ഞാൻ എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ നിന്ന് ഞാനൊരു മനുഷ്യനായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഉയർത്തുന്ന ഒരു ചോദ്യം, അല്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തിനാണ് ഈ വിഭാഗങ്ങളായിട്ട് നമ്മൾ കാണുന്നത്? ഒരു ലോകം, അതിൽ ജീവിക്കുന്ന വളരെ കുഞ്ഞ് അല്ലെങ്കിൽ ഒരു മണ്ണിനേക്കാളും തീരെ താഴെയുള്ളതായിട്ടുള്ള ആൾക്കാരാണ് മനുഷ്യരെന്ന് പറയുന്നത്. അപ്പം മനുഷ്യർ എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞ വാക്ക് അത് മനുഷ്യരെന്ന് തന്നെ വിളിച്ചാൽ മതി എന്നാണ്. ഇവർ താഴെ വിഭാഗത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ഇവൾ മേലെ വിഭാഗത്തിൽപ്പെട്ടവർ എന്ന് തരംതിരിക്കേണ്ട കാര്യമില്ല. അയാളുടെ വെയിനിൽ ഓടുന്നതും ചോര തന്നെയാണ്, നമ്മുടെ വെയിനിൽ ഓടുന്നതും ചോര തന്നെയാണ്. അവൻ വെളുത്തിരിക്കുന്നു, ഞാൻ കറുത്തിരിക്കുന്നു. വെളുപ്പും കറുപ്പും നമ്മുടെ ജനനം തീരുമാനിക്കുന്നത് നമ്മളല്ല, നമ്മുടെ മരണം തീരുമാനിക്കുന്നത് നമ്മളല്ല. സോ ഈ ജീവിതത്തിൽ ഈ ഹാർട്ട് നിൽക്കുന്നവരെ നമ്മുടെ ഒരു പ്രോസസ്സ് ഉണ്ട്. അത് നമ്മൾ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യണം, ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാവരും അടുത്ത് ഇടപഴകണം. അതായത് ഇതിനെ എതിർത്ത് സംസാരിക്കാൻ വരുന്നവരുടെ ആ ഒരു പോയിന്റിൽ നിന്നതിനേക്കാൾ അപ്പുറം ജനങ്ങൾ നമ്മുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് ഇതിനുള്ള ശരിക്കുള്ള മറുപടി എന്ന് പറയുന്നത്. സോ അവർ സിനിമ കണ്ടതിന് ശേഷം അവരുടെ ആ ഒരു റെസ്പോൺസും അവർക്ക് ആ ഫീൽ കിട്ടി എന്നുള്ള ആ ഒരു പോയിന്റാണ് ഈ നരിവേട്ടയുടെ വിജയത്തിന് കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴും അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, നടക്കുന്നുണ്ട്. സോ എനിക്കായാലും അത് നടന്നിട്ടുണ്ട്. ഈ സിനിമയെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്തായാലും ഞാനൊരു ഒറിജിനൽ ട്രൈബാണോ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവർ ഇപ്പോൾ സിനിമാ മേഖലയിലേക്കൊക്കെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. ഇത്രയും പൊളിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ ഡെപ്ത് ആയിട്ടുള്ളൊരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു തീം പറയാൻ കാണിച്ച ധൈര്യം എന്ന് പറയുന്നത് അനുരാഗ് ചേട്ടൻ തന്നെയാണ്. അപ്പോൾ പുള്ളി ഈ ഒരു കാലഘട്ടത്തിൽ ഈ സബ്ജക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ച അനുരാഗ് ചേട്ടനും അതിൻ്റെ റൈറ്ററായ അബിൻ ചേട്ടനും അതിൻ്റെ കൂടെ നമുക്ക് കട്ട സപ്പോർട്ടായിട്ട് നിന്നതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ടിപ്പുകയും ഷിയാസ്കയാണ്. നമുക്കെത്തിയ സബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്നിരിക്കുന്ന ക്യാരക്ടർ ജനങ്ങളിലേക്ക് തെറ്റായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നൊരു ക്യാരക്ടർ അല്ല എന്ന് എനിക്ക് ആദ്യമേ ബോധ്യമുണ്ടായി. കാരണം ഈ പ്ലോട്ട് ഇത് നടന്നൊരു സംഭവമാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ്. ടോവി ചേട്ടൻ്റെ ആ ഒരു ഫേസും ടൊവി എന്നുള്ളൊരു പേരിന് വേണ്ടിയാണ് ജനങ്ങൾ ഇതിലേക്ക് കയറുന്നത്. ടൊവിയിലൂടെയാണ് ഈ കഥ പോകുന്നത്. സോ വർഗീസ് പീറ്റർ എന്ന ക്യാരക്ടർ നമ്മൾ സ്വിച്ച് ചെയ്ത് റോൾ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ടോവി ചേട്ടനായിട്ട് ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല. കാരണം പുള്ളിയുടെ കണ്ണിൽ പുള്ളി റിഫ്ലക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ പുള്ളി അഭിനയിക്കുന്ന രീതിയൊക്കെ കണ്ടിട്ട് ഞാൻ പകച്ചു വന്നിട്ടുണ്ട്. ആ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് താമിയെ കൂടുതൽ ഒന്നും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള ഒരു മൊമെൻ്റ് അവിടെ ക്രിയേറ്റ് ആയത്. ടൊവി ഇല്ലാതെ ജനങ്ങളിലേക്ക് ഇതെത്തില്ല. സോ വർഗീസ് പീറ്ററും എന്നും എൻ്റെ മനസ്സിലൊരു ഓർമ്മയായിട്ടുണ്ട്. ടോവി ചേട്ടൻ്റെ ഒരു നല്ല റിലേഷൻഷിപ്പ് ഞങ്ങൾ തുടർന്ന് പോകുന്നു. അപ്പോൾ 2003 കേരള സാമൂഹ്യ മനസാക്ഷിയെ തന്നെ പിടിച്ചുലച്ച ഒരു സംഭവം വീണ്ടും ചർച്ചയ്ക്കെടുക്കാൻ കാരണമായ ഒരു സിനിമയുടെ ഭാഗമായിരിക്കുകയാണ് പ്രണവ്. ഇപ്പോൾ എന്താണ് ഇപ്പോൾ ഫീൽ ചെയ്യുന്നത്? ശരിക്കും ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ്. കാരണം ഇത്രയും നല്ലൊരു സ്കെയിലുള്ളൊരു പടം ആൻഡ് ഇത്രയും വലിയൊരു ടെക്നീഷ്യൻസ് വർക്ക് ചെയ്തൊരു സിനിമ എന്ന രീതിയിൽ ജനങ്ങളിലേക്ക് പ്രോപ്പറായിട്ട് കൺവേ ചെയ്യേണ്ട ഒരു പ്ലോട്ടും ഒരു സ്ക്രിപ്റ്റും അതിലൊരു ഭാഗമാകാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഇത്രയും വർഷം ചെയ്തതിൽ വെച്ച് വളരെ ക്ലോസ് ടു ഹാർട്ടായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തിച്ചേരാൻ പറ്റിയ ഒരു ക്യാരക്ടർ ചെയ്തതിൽ ഒരുപാട് സന്തോഷം തോന്നുന്നു. അതുപോലെ ഈ 2003 ഇങ്ങനൊരു സംഭവം നടന്നിരുന്നല്ലോ. നമ്മളൊക്കെ തീരെ ചെറുപ്പമാണ് നടക്കുന്ന സമയത്ത്. മുത്തങ്ങ സംഭവം എന്നുള്ള വാർത്തകളിലൂടെ കുറെ കേട്ട് പരിചയം ഉണ്ട് എന്നുള്ളതല്ലാതെ ഇൻഡെപ്ത് ആയിട്ട് ആ വിഷയത്തെ പറ്റി നമുക്ക് അറിയാനുള്ള ഒരു പ്രായമായിരുന്നില്ല അന്ന്. പക്ഷെ ഇന്ന് നരിവേട്ട ഇറങ്ങിയതിന് ശേഷം ഈ തലമുറയിൽപ്പെട്ട ആളുകളാണെങ്കിലും ഈ വിഷയത്തെ പറ്റി അറിവില്ലാത്ത ആളുകളാണെങ്കിലും തിരഞ്ഞുപിടിച്ച് ഈ വിഷയം എന്തായിരുന്നു, എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് അന്വേഷിച്ച് പോകുന്നുണ്ട്. അപ്പം പ്രണവിന് നരിവേട്ടയിൽ റെപ്രസെന്റ് ചെയ്തേക്കുന്ന ഈ സംഭവം, അതായത് മുത്തങ്ങ സംഭവത്തെ പറ്റിയുള്ള ബോധ്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ബ്രോ പറഞ്ഞ പോലെ എനിക്കും മുത്തങ്ങ സംഭവമായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് അന്നുണ്ടായിരുന്ന മീഡിയം ചെറിയ ചെറിയ ന്യൂസ് ചാനൽസ് ആയാലും വളരെ ചുരുക്കം ന്യൂസ് ചാനൽസിലായിരുന്നു ഇതിനെക്കുറിച്ചുള്ള ടെലികാസ്റ്റിനൊക്കെ നടന്നത്. പിന്നെ നമുക്കന്നുണ്ടായിരുന്ന പത്രമായാലും ഹെഡ്ലൈൻസിലൂടെ കടന്നുപോയ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പ്രായത്തിൽ ആലോചിക്കാൻ പറ്റിയ രീതിയിലുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം നമ്മളിലേക്ക് എത്തുന്നത് ഡേ ടു ഡേ ഓരോരോ പുതിയ വാർത്തകൾ വരുന്ന സമയത്ത് ഇത് ബാക്കിലേക്ക് പോകുകയും പിന്നെ ആ വാർത്തകൾക്ക് നമ്മൾ പ്രാധാന്യം കൊടുത്ത് ജീവിച്ചു വരുന്ന ഒരു രീതിയുമായിരുന്നു എൻ്റെ പേഴ്സ്പെക്റ്റീവിലുണ്ടായിരുന്നത്. പിന്നെ വീണ്ടും
ഈ മുത്തങ്ങയെ ഞാൻ റീകളക്ട് ചെയ്യുന്നത് ഈ സബ്ജക്റ്റ് വരുന്ന സമയത്താണ്. ഇങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പോകുന്നു, നരിവേട്ട ബ്രോയിലേക്ക് എത്തുന്ന അതെ അതെ, ആ ഒരു നരിവേട്ട എന്ന സിനിമ എന്നിലേക്ക് എത്തുന്ന സമയത്താണ് ഇങ്ങനെ ഒരു പ്ലോട്ടാണ് ചെയ്യാൻ പോകുന്നത് എന്ന് എനിക്ക് അറിയുകയും അതിനെക്കുറിച്ചുള്ള ലൈൻ പറയുന്ന സമയത്ത് വീണ്ടും ഞാൻ മുത്തങ്ങ സമരത്തെക്കുറിച്ചും അവിടെ നടന്ന ഇൻസിഡൻസിനെ കുറിച്ചും ആ കാലഘട്ടത്തെക്കുറിച്ചും റീകളക്ട് ചെയ്യുകയും അതിനെക്കുറിച്ചൊരു റിസർച്ച് ചെയ്യുകയും അവിടെ ഇത്രത്തോളം ക്രൂരതയായിരുന്നോ അന്ന് നടന്നത് എന്നുള്ളൊരു വിഷനിലേക്ക് എനിക്ക് ക്ലിയർ ആയിട്ട് എത്തിപ്പെടാൻ പറ്റുകയും ചെയ്തത് നരിവേട്ടൻ്റെ അടുത്ത് സമീപിച്ച ശേഷമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് ശരിക്കും ഇതിലെ ടാഗ് ലൈൻ പറഞ്ഞ പോലെ മറന്നുപോയ ഓർമ്മകൾക്കെതിരായ ഒരു പോരാട്ടത്തിൻ്റെ കഥയാണ് നരിവേട്ട. സോ അങ്ങനെ മറന്നുപോയവർക്ക് വേണ്ടി തിരിച്ച് ആ ഓർമ്മ നമ്മൾ പങ്കിടുന്നു, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാത്തവർക്ക് നമ്മൾ ഇത് പങ്കുവെക്കുന്നു. ഇപ്പോഴുള്ള പിള്ളേർ ഇതെന്താണെന്ന് അറിയാത്തവരുണ്ട്. സോ ഈ സിനിമയുടെ കമൻസും ഫീഡ്ബാക്സും കേട്ടിട്ട് മുത്തങ്ങ സംഭവം എന്താണെന്ന് റിസർച്ച് ചെയ്ത് അല്ലെങ്കിൽ യൂട്യൂബിൽ അതിനെക്കുറിച്ച് തിരഞ്ഞു പിടിച്ച് അതിനെക്കുറിച്ച് അറിഞ്ഞ് സിനിമയ്ക്ക് പോകുന്നവരുണ്ട്. റിപ്പീറ്റഡ് ആയിട്ട് ഈ സംഭവം എന്താണെന്നുള്ളത് സ്ക്രീനിലൂടെ കാണാൻ പ്രേക്ഷകർ കാണിക്കുന്ന ആ ഒരു ആകാംക്ഷ, അതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ ആൾക്കാരിലേക്ക് എത്തിച്ച ആ വിഷയം കറക്റ്റായിട്ട് എത്തിച്ചിട്ടുണ്ട്. അത് ഒരു കേടുപാടും കൂടാതെ അന്ന് നടന്ന ആ ഒരു ഇൻസിഡൻറ്റിനെ അതേ പച്ചയായ അല്ലെങ്കിൽ ആ ചൂട് ചോരയായി തന്നെ നമ്മൾ ജനങ്ങളിലേക്ക് എത്തിച്ചു എന്നുള്ളൊരു വിശ്വാസം നരിവേട്ട ടോട്ടൽ ക്രൂവിനും ഉണ്ട്, സന്തോഷമുണ്ട്. അതുപോലെ ഈ അന്നത്തെ മുത്തങ്ങ സമരത്തിനിടയിൽ ആളുകൾക്കുണ്ടായ ആ വലിയ ദുരന്തമുണ്ടല്ലോ, നമ്മൾ പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ അതിൻ്റെ ഭീകരത എന്തുമാത്രമാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. ഇപ്പം പ്രണവ് അതിൽ ജോഗി എന്ന കഥാപാത്രത്തിനെ പ്രതിനിധാനം ചെയ്തുകൊണ്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പം അവരിൽ ഒരാളായി മാറി ആ മണ്ണിൽ ചവിട്ടി നിന്ന സമയത്ത് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്കും ഒരു മനുഷ്യൻ എന്ന നിലയ്ക്കും ഉള്ളിലുണ്ടായ ഒരു വികാരം എന്താണ്? എനിക്കിപ്പോഴും നരിവേട്ടയെക്കുറിച്ച് എപ്പോൾ ആലോചിക്കുന്ന സമയത്തും എനിക്ക് മുത്തങ്ങ തന്നെയാണ് ആദ്യം വന്ന് നിൽക്കുന്ന ഒരു മെമ്മറി അല്ലെങ്കിൽ ആ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. കാരണം നമ്മൾ കേട്ടറിഞ്ഞതിൽ അത്രയും ഭീകരത ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥലത്ത് വയനാട് അത് നടന്ന സ്ഥലം പോയി വിസിറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ ജനങ്ങളായിട്ട് നമ്മൾ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ അവരുടെ പിൻതലമുറക്കാരും ഇതിൽ പങ്കെടുത്തവരുണ്ട്, അല്ലെങ്കിൽ ഇന്നും എഴുന്നേറ്റ് നിൽക്കാൻ പോലും ശേഷിയില്ലാതെ അതിൻ്റെ ഒരു ഭാഗമായി അല്ലെങ്കിൽ അതിൻ്റെ വേദന സഹിച്ച് ജീവിക്കുന്നവർ ഇന്നുമുണ്ട് എന്നുള്ളതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി ആ ദുരന്തത്തെക്കുറിച്ചും അല്ലെങ്കിൽ അന്ന് അവിടെ നടന്ന ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചും എന്നും ഓർത്തു പോകുന്നൊരു സാഹചര്യമായിരുന്നു അന്ന് അവിടെ. പിന്നെ നരിവേട്ടയിലെ ക്യാരക്ടറിനെ കുറിച്ച് പറയുകയും അവരുടെ കൂടെ ഇടപഴകാൻ പറ്റുകയും അവരുടെ കൂടെ ഒരു 40-45 ദിവസം നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തും നമ്മുടെ ആ ലൊക്കേഷനും ആ സെറ്റും എനിക്ക് തന്ന കോസ്റ്റ്യൂമും എല്ലാം കൂടെ ചേരുന്ന സമയത്ത് എനിക്ക് അവരിൽ നിന്ന് തീർച്ചയായിട്ടും മാറി നിന്ന് പ്രണവ് എന്ന ഒരു വ്യക്തിയായിട്ട് എനിക്ക് നിൽക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സോ നമ്മളിപ്പോൾ രാവിലെ പോയി കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്ത് എൻ്റെ ലുക്ക് മാറിക്കഴിഞ്ഞാൽ ഞാനായിട്ട് ഒരിക്കലും എന്നെ ഫീൽ ചെയ്തിട്ടില്ല. അതിന് ആദ്യം മേക്കപ്പ് ടീമിനും എൻ്റെ കോസ്റ്റ്യൂം ടീമിനും ഞാൻ നന്ദി രേഖപ്പെടുത്തണം. കാരണം അവരതിൽ വർക്ക് ചെയ്തിരിക്കുന്ന ഡീറ്റെയിലിംഗ് ഈ കഥയിലും കഥാപാത്രത്തിലും എത്രത്തോളം വർക്ക് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് സ്ക്രീനിൽ കാണുന്ന സമയത്ത് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ അവിടെയുള്ള മനുഷ്യർ ഒറിജിനലായിട്ട് അവിടെ ഞാൻ പറഞ്ഞ പോലെ ആ കമ്മ്യൂണിറ്റിയിൽ പെട്ടവർ അല്ലെങ്കിൽ ഈ സംഭവത്തെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞവരൊക്കെയാണ് ഞാൻ ഇടപഴകിയത്. സോ അങ്ങനെയുള്ളവരുടെ കൂടെ നിൽക്കുന്ന സമയത്ത് തികച്ചും അവരുടെ കൂടെ തന്നെ ആയിരിക്കണം ആ ട്രാവൽ, അല്ലെങ്കിൽ അവരുടെ വേദന ഉൾക്കൊണ്ടുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു കോൺസെൻട്രേഷൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനപ്പുറം ഈ സിനിമ നല്ല രീതിയിൽ വർക്കൗട്ട് ആകണം അല്ലെങ്കിൽ എനിക്കൊരു പ്രൊഫൈൽ ആകണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റും മെൻറ്റാലിറ്റിയും നമ്മുടെ അവിടെ വർക്ക് ചെയ്ത് ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല എനിക്കറിഞ്ഞ്. എല്ലാവർക്കും ഈ സിനിമ നല്ല രീതിയിൽ എത്തിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ക്യാരക്ടർ ജസ്റ്റിഫൈഡ് ആയിട്ട് പ്രോപ്പറായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്, തെറ്റായി പോകരുത് എന്നുള്ളൊരു കോൺസെൻട്രേഷനും എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഇത് വർക്കൗട്ട് ചെയ്തിട്ടാണ് ഇന്ന് നരിവേട്ട ഇത്രയും സംസാരിക്കാനുള്ളൊരു വിഷയമായി മാറിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ താമി എന്ന് പറഞ്ഞ കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അതുപോലെ മുത്തങ്ങയിൽ പോയി താമസിക്കുകയും അവിടെയുള്ള ആളുകളുമായിട്ടൊക്കെ ഇടപെട്ട് അവരുടെ രീതികളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തു എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ ഈ കഥാപാത്രത്തിലേക്ക് അഡാപ്റ്റ് ആകാൻ എന്തെങ്കിലുമൊക്കെ കൺസ്ട്രെയിൻസ് ഉള്ളതായിട്ട്, അതായത് നമ്മൾ ജീവിക്കുന്ന ജീവിതത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ജീവിതമാണല്ലോ അവിടെയുള്ളത്. അപ്പോൾ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അതിൻ്റെ ഇനിഷ്യൽ സ്റ്റേജിൽ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു? എനിക്ക് പേഴ്സണലി ഒരുപാട് ബുദ്ധിമുട്ടായിട്ട് എനിക്ക് ഫീൽ ചെയ്ത മൊമെൻറ്റ്സ് ഒന്നും എനിക്ക് ഇതിലില്ല. കാരണം ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ചാലഞ്ചിങ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്താണ് നമുക്കൊന്നുകൂടെ വളരാനും അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനും നമ്മൾ വർക്ക് ചെയ്യുന്നത് കറക്റ്റാണെന്നുള്ളത് നമുക്ക് തന്നെ ബോധ്യം വരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. സോ ഇതിലേക്ക് എനിക്ക് മെയിനായിട്ട് ആ ഒരു ചെറിയ ചെറിയ അവരുടെ ആക്ടിവിറ്റീസ് ഉണ്ട്. അവർ ദിനശരി ചെയ്യുന്ന കാര്യങ്ങൾ, അത് മരം കയറുന്ന ഇതായിക്കോട്ടെ, അത് അവരുടെ ജീവിത രീതിയാണ്, അവരുടെ വരുമാന മാർഗമാണ്. സോ അതൊക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത്രയും വലിയ മരമൊന്നും കയറി ശീലമില്ല.
പിന്നെ ഭാഷ എന്ന് പറയുന്നൊരു പരിപാടി, അത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. പിന്നെ അതിനുശേഷം അവരെനിക്ക് പ്രോപ്പറായിട്ട് അതെന്താണെന്നുള്ളത് കൺവേ ചെയ്ത് തരികയും നമുക്ക് ഷൂട്ടിംഗ് സമയത്തായാലും ആ ഡയലോഗ്സ് ഇത് പ്രോപ്പറാണോ എന്നവർ നമുക്ക് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് പറഞ്ഞു തരും. ഈ മൂഡിൽ ഇത് ഡെലിവറി ചെയ്യാൻ പറ്റുമോ എന്നുള്ളതും അവർ പറഞ്ഞു തരും. ആ ഒരു വിഷയം മാത്രമേ എനിക്ക് കുറച്ച് ഓഡായിട്ട് തോന്നിയുള്ളൂ, ആൻഡ് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നിയുള്ളൂ. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്ത് ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നു. പിന്നെ അവരുടെ ഇമോഷൻ എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഓൾറെഡി ഉള്ളതാണ്. ഞാൻ വന്ന സാഹചര്യങ്ങളിൽ, ഞാൻ ഇടപഴകിയ മനുഷ്യരിൽ, അല്ലെങ്കിൽ ഞാൻ ട്രാവൽ ചെയ്ത് വന്ന എൻ്റെ ജീവിതത്തിൽ എല്ലാം താഴെ നിന്നുള്ള ആൾക്കാരിലാണ് ഞാൻ കൂടുതലും ട്രാവൽ ചെയ്തിട്ടുള്ളത്. അവിടെ കൂടുതൽ ഇമോഷൻസ് ഉണ്ട് എന്നുള്ളൊരു കാര്യം ഞാൻ കൂടുതൽ മനസ്സിലാക്കിയ കാരണം എനിക്ക് ഇമോഷൻ എടുക്കുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. പിന്നെ അവരുമായിട്ട് ഇടപഴകി ഈ ആക്ടിവിറ്റീസും അവരുടെ ഒരു ജീവിത രീതിയും അല്ലെങ്കിൽ അവരുടെ കൂടെ തന്നെയുള്ള ട്രാവൽ തന്നെയാണ് ആ ക്യാരക്ടർ ഇത്രയും നല്ല രീതിയിൽ റിഫ്ലക്റ്റ് ചെയ്തതെന്ന് എനിക്കും തോന്നുന്നു. കാരണം സ്പെഷ്യലായിട്ട് ഇന്ന എഫേർട്ട് ഞാൻ ഇട്ടു അല്ലെങ്കിൽ ഒരു ഹോംവർക്ക് ചെയ്തു എന്നൊന്നും പറയത്തക്ക വിധത്തിലൊന്നുമില്ല. അവരോട് കൂടെ അങ്ങ് മിങ്കിളായി അവരുടെ കൂടെ തന്നെ അങ്ങ് നടക്കാൻ തുടങ്ങി, ജീവിക്കാൻ തുടങ്ങി. അതിൻ്റെ ഒരു ഔട്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. സിനിമയിലേക്ക് എത്തിപ്പെടുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ, അതെങ്ങനെയാണ് ശരിക്കും? നമ്മളിൽ പലരും ഓരോ മൊമെൻറ്റിൽ പറയാറുണ്ട് നമുക്ക് ദൈവം സഹായിക്കും, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ രൂപത്തിൽ ആരെങ്കിലും സഹായിക്കും, ദൈവം നേരിട്ട് ചില ഓപ്പർച്യൂണിറ്റീസ് തരും എന്നൊക്കെ. അതുപോലെ എൻ്റെയും വിശ്വാസം ദൈവം ചിലപ്പോൾ നേരിട്ട് തന്നൊരു ഓപ്പർച്യൂണിറ്റി വിവേക് എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടറിലൂടെയാണ് എനിക്ക് നരിവായിട്ട് കിട്ടുന്നത്. നമ്മൾ സൂപ്പർ സിന്തഗി എന്ന് പറഞ്ഞ ധ്യാൻ ചേട്ടൻ്റെ സിനിമ ചെയ്തതിന് ശേഷം ആ ഒരു ഗ്യാപ്പിൽ ഇനി അടുത്തത് എന്താണ് എന്ന് തിങ്ക് ചെയ്തൊരിക്കേണ്ട സമയത്താണ് നരിവേട്ടയുടെ മോഷൻ പോസ്റ്റർ റിലീസാവുന്നത്. അപ്പോൾ അത് ഞാൻ കാണാനിടയാകുകയും ആ ഡയറക്ടറെ കുറിച്ച് ഞാൻ നോക്കി. അപ്പോൾ ഇഷ്ക് ചെയ്ത ഡയറക്ടറാണ്. ഇഷ്കിന് ശേഷം 6 വർഷത്തോളം ഈ ഒരു പടത്തിന് പ്രോസസ്സിനെ കൊണ്ട് വർക്ക് ചെയ്തിട്ട് ചെയ്യുന്നൊരു സിനിമയാണ്. പിന്നെ എനിക്ക് ഭയങ്കര ക്യാച്ചിയായി തോന്നിയത് എൻ്റെ ടൈറ്റിലാണ്, നരിവേട്ട, ഒരു കാർഡ് സംബന്ധപ്പെട്ടൊരു വിഷയം. അപ്പോൾ എനിക്കിങ്ങനെയുള്ള കാർഡും റൂട്ടഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സൊക്കെ ഭയങ്കര ഇഷ്ടമായത് കാരണം തന്നെ ആവാം മേ ബി ഞാൻ വിചാരിച്ചു ഈ സിനിമ ഷൂട്ട് കഴിഞ്ഞൊരു സിനിമയാണ്, അതുകൊണ്ടായിരിക്കും. നമ്മുടെ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ ഷൂട്ട് ചെയ്യും, 50-60 ദിവസത്തിൽ ഷെഡ്യൂൾ കഴിയും, പോസ്റ്റ് വർക്ക് തുടങ്ങും. അങ്ങനെ തുടങ്ങി റിലീസാകാൻ പോകുന്നൊരു സിനിമയാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ പോസ്റ്റ് ഷെയർ ചെയ്യുന്നത്. മേ ബി ഷെയർ ചെയ്താലെങ്കിലും എൻ്റെ പ്രൊഫൈൽ അവർ കാണട്ടെ, അടുത്ത സിനിമയിൽ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനത് ഷെയർ ചെയ്തത്. ബട്ട് ദൈവം സഹായിച്ച ആ ഷൂട്ട് ഫസ്റ്റ് ഷെഡ്യൂൾ കഴിഞ്ഞ് സെക്കൻഡ് ഷെഡ്യൂളിലേക്ക് പോകുന്ന സമയത്ത് താമി എന്ന ക്യാരക്ടറിന് വേണ്ടി ഒരുപാട് പേര് ഓഡിഷൻ ചെയ്യുകയും അവർക്ക് ആ ഒരു ഫേസ് കിട്ടാതിരിക്കുകയും, ഞാൻ റീഷെയർ ചെയ്ത 5 മിനിറ്റിലാണ് എനിക്ക് കോൾ വരുന്നത്, നിങ്ങളുടെ പ്രൊഫൈലാണ് ഞങ്ങൾ ഇത്രയും ദിവസം തപ്പിക്കൊണ്ടിരുന്നത്, അപ്പോൾ നിങ്ങളെങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് ആ ഒരു കോൺവെർസേഷൻ ബിൽഡാകുകയും എനിക്ക് നരിവേട്ട ടീമുമായിട്ട് ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തു. പിന്നെ അങ്ങനെയാണ് ആ ഒരു ട്രാവൽ തുടങ്ങുന്നത്. പിന്നെ ഞാൻ ഡയറക്ടറെ കാണുന്നു, പുള്ളി എന്നെ ഓഡിഷൻ ചെയ്ത് നോക്കുന്നു, പുള്ളിക്ക് ഞാൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പൊട്ടൻഷ്യൽ എന്നിലുണ്ട് എന്നുള്ളത് പുള്ളി മനസ്സിലാക്കിയിട്ട് ഞാൻ പുള്ളിയോട് പറഞ്ഞു എന്നെ വിശ്വസിച്ച് ഈ ക്യാരക്ടർ തരുവാണെങ്കിൽ എനിക്കിത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു. അപ്പോൾ ഞാൻ ആ പറഞ്ഞ വാക്ക് എൻ്റെ ചേട്ടൻ കേട്ട് വിശ്വസിച്ചു, എനിക്കിത് വിശ്വസിച്ച് തന്നു. അതിപ്പോൾ നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് നല്ല രീതിയിൽ തന്നെ എത്തിയിട്ടുണ്ട്. എല്ലാവരും താമി എന്ന കഥാപാത്രത്തിന്റെ കാര്യങ്ങൾ പലയിടങ്ങളിലും നല്ല രീതിയിൽ പരാമർശിക്കുന്നുണ്ട്. ഈ ജോഗി എന്നുള്ള കഥാപാത്രം ഉണ്ടല്ലോ, ഔദ്യോഗികമായിട്ട് പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം അവിടെ മരിച്ചിട്ടുള്ള ഒരു വ്യക്തി ജോഗി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അങ്ങനത്തെ ഉള്ള ഒരു കഥാപാത്രം എടുത്ത് ചെയ്യുന്ന സമയത്ത് ഈ ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായിട്ട് CK ജാനുവിന്റെ പുസ്തകം വായിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നോ? ആക്ച്വലി എനിക്ക് ജാനുമാൻ്റെ ഇൻ്റർവ്യൂസും അന്ന് നടന്ന സംഭവങ്ങളൊക്കെ റീകളക്ട് ചെയ്യാൻ പറ്റി. ബട്ട് ബുക്ക് റീഡിങ് എന്ന് പറയുന്ന ഒരു സെഷൻ എനിക്ക് ഉണ്ടാകാൻ അതിനൊരു ഗ്യാപ്പ് കിട്ടിയിരുന്നില്ല. പിന്നെ ജോഗി എന്ന് പറഞ്ഞ് സ്പെഷ്യലി മെൻഷൻ ചെയ്തിട്ട് എന്നോടിത് പറഞ്ഞില്ല. കാരണം നമ്മൾ ഈ സിനിമ പറയുന്നൊരു രീതി ഫിക്ഷണൽ ആയിട്ടാണ്. ഇപ്പോൾ ടോവിച്ചേട്ടൻ്റെ ക്യാരക്ടർ ആയാലും ഇപ്പോൾ ജാനു മാമിൻ്റെ ക്യാരക്ടർ ആര്യേച്ചി ചെയ്തത് മേ ബി ആ ഒരു ഫേസിൻ്റെ റെപ്രസെൻറ്റേഷൻ ഉള്ളത് കൊണ്ടും ആ സംഭവത്തിൻ്റെ ഇതിൽ പുള്ളിക്കാരത്തി പറഞ്ഞു പോകുന്ന ക്യാരക്ടറുടെ ഒരു ആർക്ക് അങ്ങനെ ആയതുകൊണ്ടും അത് നല്ലപോലെ കണക്ട് ചെയ്യാൻ പറ്റി. ബട്ട് ഞാൻ ചെയ്ത ക്യാരക്ടറും ഓൾമോസ്റ്റ് ഫിക്ഷണലാണ്. സമരഭൂമിയിൽ ഒരാൾ മരിക്കുന്നു, അത് താമി എന്ന കഥാപാത്രം ജനങ്ങൾക്ക് പ്രതിനിധിയായി നിൽക്കുന്ന ഒരു കഥാപാത്രം മരിക്കുന്നു എന്നുള്ളൊരു ഫിക്ഷണലായിട്ടാണ് അത് ആക്ച്വലി എൻ്റെ അടുത്തും നറേറ്റ് ചെയ്യുന്നത്. സോ എനിക്ക് റെഫറൻസ് ആയിട്ട് നമുക്കിപ്പോൾ ജോഗിയെ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ നമുക്ക് റെഫറൻസ് കിട്ടില്ല. പുള്ളിക്കാരൻ്റെ മോൻ ശിവനൊക്കെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ റീകളക്ട് ചെയ്തു. ആ ഒരു സമയത്തുണ്ടായിരുന്ന ആ ഒരു ആൾക്കാരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ സംഭവം നടന്നതിന് ശേഷമുള്ള ഒരുപാട് ഇൻ്റർവ്യൂസ് അതൊക്കെ ഞാൻ കാണാനിടയായി. അവരുടെ മാനസികാവസ്ഥ എന്താണ്, എന്ത് ഉൾക്കൊണ്ടുകൊണ്ടാണ്, എത്ര വേദനയോടുകൂടിയാണ് അത് സംസാരിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ ഇൻ്റർവ്യൂസിൽ നിന്ന് തന്നെ മനസ്സിലായി. പിന്നെ ഡയറക്റ്റായിട്ട് നമ്മൾ അവിടെ ചെന്നതിന് ശേഷം താമി എന്നൊരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുകയും
എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്യാരക്ടേഴ്സ്, അതായത് അവിടെ വന്നിട്ടുണ്ടായിരുന്ന ട്രൈബ്സിലെല്ലാവരും ഇങ്ങനെ ഒരു കഥാപാത്രമാണ് ഞാൻ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടിയുള്ള സപ്പോർട്ട് കൂടുതൽ തന്ന് ആ ഒരു ക്യാരക്ടറിനെ ബിൽഡ് ചെയ്ത്, കാരണം അവർക്ക് മനസ്സിലായി ഇത് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകുന്ന ഒരു ക്യാരക്ടറാണെന്നുള്ളത്. സോ അതിന് വേണ്ടിയിട്ടുള്ളൊരു കൂട്ടപ്രയത്നം എല്ലാവരും കൂടെ ചെയ്ത് എല്ലാവരുടെയും ഒരു സഹായത്തോടു കൂടെ തന്നെയാണ് ആ ക്യാരക്ടർ ബിൽഡായി നിന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ഈ കൊമേഴ്ഷ്യൽ ഫ്ലേവറുകൾ ഉണ്ടെങ്കിലും നരിവേട്ട പറയുന്ന ശക്തമായിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ടല്ലോ. നമ്മുടെ കേരളത്തിൽ സംഭവിച്ച ഒരു കാര്യത്തിൽ ഇത്ര ഡീപ്പായിട്ട് രാഷ്ട്രീയം സംസാരിച്ച വേറൊരു സിനിമ ഈ അടുത്ത കാലങ്ങളിൽ ഇറങ്ങിയിട്ടില്ല. അപ്പം ഈ സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും കരിയറിന് അതൊരു പ്രശ്നമാകുമോ എന്നുള്ളൊരു ഭയം ഉണ്ടായിട്ടുണ്ടോ? കാര്യം നമ്മൾ പറയുന്നത് വലിയൊരു വിഭാഗത്തിനെതിരെയാണ് ഈ സിനിമ സംസാരിക്കാൻ പോകുന്നത്. അവരുടെ ശ്രദ്ധയിൽ ഇത് പെട്ട് കഴിഞ്ഞാൽ ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുമെന്നോ അല്ലെങ്കിൽ കരിയറിനെ അത് ബാധിക്കുമെന്നുള്ള ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ആ ഒരു പെർസ്പെക്റ്റീവിൽ എന്നും നരിവേട്ട ഞാൻ കണ്ടിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ ഈ ചോദ്യം എൻ്റെ അടുത്ത് ചോദിക്കുന്നവരെയും എനിക്ക് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ കണ്ടിട്ടില്ല. കാരണം നമുക്കെത്തിയ സബ്ജക്റ്റ് അല്ലെങ്കിൽ നമ്മളിലേക്ക് വന്നിരിക്കുന്ന ക്യാരക്ടർ ജനങ്ങളിലേക്ക് തെറ്റായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ക്യാരക്ടർ അല്ല എന്ന് എനിക്ക് ആദ്യമേ ബോധ്യമുണ്ടായി. കാരണം ഈ പ്ലോട്ട് ഇത് നടന്നൊരു സംഭവമാണ്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്നൊരു സംഭവമാണ്. നമ്മൾ അതിനെ തെറ്റായിട്ട് ചിത്രീകരിച്ചു കഴിഞ്ഞാൽ അത് അപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ മീഡിയാസും അല്ലെങ്കിൽ പൊളിറ്റിക്കലി ഉള്ള ഒരു സൈഡിൽ നിന്നായാലും അതായത് ഇതിനെ എതിർത്ത് സംസാരിക്കാൻ വരുന്നവരുടെ ആ ഒരു പോയിന്റിൽ നിന്നതിനേക്കാൾ അപ്പുറം ജനങ്ങൾ നമ്മുടെ അടുത്ത് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് ഇതിനുള്ള ശരിക്കുള്ള മറുപടി എന്ന് പറയുന്നത്. സോ അവർ സിനിമ കണ്ടതിന് ശേഷം അവരുടെ ആ ഒരു റെസ്പോൺസും അവർക്ക് ആ ഫീൽ കിട്ടി എന്നുള്ള ആ ഒരു പോയിന്റാണ് ഈ നരിവേട്ടയുടെ വിജയത്തിന് കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഇത്രയും പൊളിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ ഡെപ്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഒരു തീം പറയാൻ കാണിച്ച ധൈര്യം എന്ന് പറയുന്നത് അനുരാജ് ചേട്ടൻ തന്നെയാണ്. അപ്പോൾ പുള്ളി ഈ ഒരു കാലഘട്ടത്തിൽ ഈ സബ്ജക്റ്റ് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന് വിചാരിച്ച അനുരാജ് ചേട്ടനും അതിൻ്റെ റൈറ്ററായ അബിൻ ചേട്ടനും അതിൻ്റെ കൂടെ നമുക്ക് കട്ട സപ്പോർട്ടായിട്ട് നിന്നതിൻ്റെ പ്രൊഡ്യൂസേഴ്സ് ടിപ്പുക്കയും ഷിയാസ്കയാണ്. സോ ഇന്ത്യൻ സിനിമ കമ്പനി എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ ഹൗസ് ആദ്യമായിട്ട് മലയാളത്തിലേക്ക് കാല് വയ്ക്കുന്ന സമയത്ത് ഇത്രയും തീവ്രമായ ഒരു സബ്ജക്റ്റിൽ എടുത്തുകൊണ്ട് തന്നെ മുന്നോട്ട് വരുമോ എന്ന് പറയുമ്പോൾ, അതുമല്ലാതെ ടോവിച്ചേട്ടനെ പോലുള്ള ഒരാൾ ഒരു സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുന്നത് ചുമ്മാ ആയിരിക്കില്ല. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഒരുപാട് ഇൻ്റർവ്യൂസിൽ കേട്ടിട്ടുണ്ട് പുള്ളിക്ക് കുഞ്ഞൊരു സ്പേസ് ആണെങ്കിലും ആ ക്യാരക്ടർ ജസ്റ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പുള്ളി അത് ചെയ്യുമെന്നുള്ളതാണ്. സോ ഇത്രയും പേര് ധൈര്യം എടുത്ത് മുന്നിലേക്ക് വരുന്ന സമയത്ത് ഒരു ബിഗിനറായിട്ടുള്ള ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഞാനൊരു ആർട്ടിസ്റ്റാണ്. എനിക്ക് ഏത് രീതിയിൽ അത് ജസ്റ്റിഫൈ ചെയ്ത് എനിക്ക് ആ ക്യാരക്ടർ ജസ്റ്റിഫൈഡ് ആവും അല്ലെങ്കിൽ ജനങ്ങളിലേക്ക് ഇത് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എന്ന് ഞാൻ വിശ്വസിച്ച് കഴിഞ്ഞാൽ എനിക്കത് ചെയ്യാനൊരു പ്രയാസമില്ല. ഇപ്പം നാളെ ഇതൊന്നും ഇല്ലാതെ ഒരു കമേഴ്ഷ്യലായിട്ട് ഒരു കോമഡി ക്യാരക്ടറാണ്, നമ്മുടെ ഒരു നെക്സ്റ്റ് ഡോർ ബോയ് നമ്മുടെ അടുത്ത് എങ്ങനെ സംസാരിക്കുന്നോ ചിരിക്കുന്നോ സാധാരണ വിഷയങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു, അങ്ങനത്തെ ഒരു ക്യാരക്ടർ കിട്ടിയാലും ഞാനത് ചെയ്യും. അടുത്ത സിനിമയിൽ ഒരു ബ്രൂട്ടലായിട്ടുള്ള വില്ലനാണെങ്കിൽ ഞാനത് ചെയ്യും. ജനങ്ങൾ എന്നെ പുറത്തിറങ്ങുമ്പോൾ തല്ലുവോ അല്ലെങ്കിൽ വല്ല വഴക്ക് പറയുമോ എന്ന് വിചാരിച്ച് ഞാൻ മാറി നിൽക്കേണ്ട കാര്യം എനിക്കില്ല. കാരണം ഞാനൊരു ആർട്ടിസ്റ്റാണ്, എൻ്റെ ജോലി അതാണ്. സോ അത് നമ്മൾ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അങ്ങനെ സംസാരിക്കുന്നതായിരിക്കാം ആ ക്യാരക്ടറിൻ്റെ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കരുത്. ബട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇത് നമ്മൾ തെറ്റായിട്ട് ഒരിക്കലും പ്രൊജക്റ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ ഈ സിനിമ നമ്മളിലേക്ക് വരുന്ന ആ ഒരു രീതി അല്ലെങ്കിൽ നമ്മുടെ പോയിന്റിൽ നിന്ന് ഈ സിനിമയെ കാണുന്ന സമയത്ത് ഒരിക്കലും ഇത് റോങ് ആയിട്ട് പ്രൊജക്റ്റ് ആവരുത് എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടായിരുന്നു. ബട്ട് ഈ സിനിമയിൽ അത് നടന്നിട്ടില്ല. നമ്മൾ ഉള്ള കാര്യങ്ങൾ നമ്മൾ സത്യം പറയുമ്പോൾ നമ്മൾ എന്തിനു ഭയക്കണം. ട്രൂ, അത് തന്നെയാണ്. ആ ഉള്ള കാര്യങ്ങൾ നമ്മൾ സിനിമയിലൂടെ കാണിക്കുന്നു. ഇതൊരു ആർട്ടാണ്. ആർട്ടിനെ ആർട്ടായിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്നും അത് ഭംഗിയേറിയത് തന്നെയായിരിക്കും. അതിനുശേഷമുള്ള ജീവിതം നമ്മുടെ ഡേ ടു ഡേയിൽ ഇപ്പം എനിക്ക് 1000 പ്രശ്നങ്ങളുണ്ടാവും. അതെല്ലാം ഞാൻ മുന്നിലേക്ക് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല, അത് ഞാൻ ഫേസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതല്ലാതെ ഒരു ആർട്ടായിട്ട് എൻ്റെ ജോലിയായിട്ട് ഞാനത് ചെയ്യുമ്പോൾ എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല. ഞാനത് ചെയ്തു, അത് റോങ് ആയിട്ട് എവിടെയും എത്തിയിട്ടുമില്ല. പിന്നെ അത് ഞാൻ പറഞ്ഞ പോലെ ജനങ്ങൾ പറയുമല്ലോ ഇതെന്താണെന്നുള്ളത്, അത് ജനങ്ങൾ സംസാരിച്ചു, അത് നമുക്ക് സന്തോഷമുണ്ട്. സോ ഇനിയും ഇതുപോലെയുള്ള ക്യാരക്ടേഴ്സ് വരികയാണെങ്കിൽ ഞാൻ ധൈര്യമായിട്ട് തന്നെ എടുത്ത് ചെയ്യും, അത് ജസ്റ്റിഫൈഡ് ആണെങ്കിൽ. ഓക്കെ. അതുപോലെ ഇതിനകത്ത് ഏറ്റവും വളരെ ഭീകരമായിട്ടുള്ളൊരു വിഷയം, ഈ മുത്തങ്ങ സമരം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഭീകരമായി തോന്നുന്നൊരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരികവൽക്കരിക്കപ്പെട്ട ഒരു വിഭാഗത്തിനെ ചേർത്ത് പിടിക്കേണ്ട അധികാരികൾ തന്നെ അവരുടെ സമരത്തെ അട്ടിമറിച്ച് അവരെ അടിച്ചമർത്തുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. അത് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ജനാധിപത്യത്തിൽ തന്നെ വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അധികാരികൾക്ക് ഈ ദളിതരായിട്ടുള്ള അല്ലെങ്കിൽ കീഴ്ക്കിടയിൽ കിടക്കുന്ന ആൾക്കാരോട് ഇത്തരത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് എന്നുള്ളത് ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ? ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ എൻ്റെ സൈഡിൽ നിന്ന് ഞാനൊരു മനുഷ്യനായിട്ട് ചിന്തിക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഉയർത്തുന്ന ഒരു ചോദ്യം അല്ലെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യം, എന്തിനാണ് ഈ വിഭാഗങ്ങളായിട്ട് നമ്മൾ കാണുന്നത്? പല വിഭാഗങ്ങളിൽ എന്തിനാണ് എന്ന് നമ്മൾ പറയുന്നത് തന്നെ തെറ്റാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം
ഒരു ലോകം, അതിൽ ജീവിക്കുന്ന വളരെ കുഞ്ഞ് അല്ലെങ്കിൽ ഒരു മണ്ണിനേക്കാളും തീരെ താഴെയുള്ളതായിട്ടുള്ള ആൾക്കാരാണ് മനുഷ്യരെന്ന് പറയുന്നത്. അപ്പം മനുഷ്യർ എന്ന് പറയുന്ന നമ്മൾ പറഞ്ഞ വാക്ക് അത് മനുഷ്യരെന്ന് തന്നെ വിളിച്ചാൽ മതി എന്നാണ്. അല്ലാതെ ഇവർ താഴെ വിഭാഗത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ഇവർ മേലെ വിഭാഗത്തിൽപ്പെട്ടവർ എന്ന് തരംതിരിക്കേണ്ട കാര്യമില്ല. അയാളുടെ വെയിനിൽ ഓടുന്നതും ചോര തന്നെയാണ്, നമ്മുടെ വെയിനിൽ ഓടുന്നതും ചോര തന്നെയാണ്. അവൻ വെളുത്തിരിക്കുന്നു, ഞാൻ കറുത്തിരിക്കുന്നു. വെളുപ്പും കറുപ്പും നമ്മുടെ ജനനം തീരുമാനിക്കുന്നത് നമ്മളല്ല, നമ്മുടെ മരണം തീരുമാനിക്കുന്നത് നമ്മളല്ല. സോ ഈ ജീവിതത്തിൽ ഈ ഹാർട്ട് നിൽക്കുന്നവരെ നമ്മുടെ ഒരു പ്രോസസ്സുണ്ട്. അത് നമ്മൾ ബ്യൂട്ടിഫുള്ളായിട്ട് ചെയ്യണം, ബ്യൂട്ടിഫുള്ളായിട്ട് എല്ലാവരും അടുത്ത് ഇടപഴകണം, ജീവിച്ച് മരിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഇടയിൽ നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ നമ്മൾ സാധിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ ജീവിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു അടയാളം നമ്മൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അത് വരുത്താൻ ശ്രമിക്കുന്നു. നമുക്ക് ജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ജനങ്ങളുടെ കൂടെ എത്ര ചേർന്നിരിക്കാൻ പറ്റുമോ, അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ജീവിച്ച് പോവുക എന്നുള്ളതാണ് എൻ്റെ ഒരു രീതി. സോ ഇപ്പോഴും അങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല, നടക്കുന്നുണ്ട്. സോ എനിക്കായാലും അത് നടന്നിട്ടുണ്ട്. ഈ സിനിമയെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്തായാലും ഞാനൊരു ഒറിജിനൽ ട്രൈബാണോ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവർ ഇപ്പോൾ സിനിമാ മേഖലയിലേക്കൊക്കെ വരുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചവരുണ്ട്. അവരോട് ഞാൻ ചോദിക്കുന്നത് അത് തന്നെയാണ്, എന്താണ് ഈ നിങ്ങളെപ്പോലെയുള്ളവർ? മനുഷ്യരല്ലേ നമ്മളും, അവരും മനുഷ്യർ തന്നെയാണ്. സോ അങ്ങനെ കാണരുത് എന്നതിൻ്റെ ഒരു റിക്വസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ഒരു ചിന്താഗതി ഉണ്ടെങ്കിൽ അത് നമ്മളെ തന്നെ ഇൻസൾട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ നമ്മുടെ ക്യാരക്ടറിനെ തന്നെ ചവിട്ടി താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമായിട്ടാണ് ഞാൻ കാണുന്നത്. സോ അങ്ങനെ ഒരിക്കലും കാണാതിരിക്കുക, സന്തോഷമുള്ളൊരു കുഞ്ഞു ജീവിതം സന്തോഷത്തോട് തന്നെ ജീവിച്ചു തീർക്കുക. ഇപ്പോൾ ഇത്ര വലിയൊരു സിനിമ ഇത്രയധികം ആളുകളെ കോർഡിനേറ്റ് ചെയ്ത് വെച്ച് ചെയ്യുക എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമല്ലോ. നമുക്ക് അത്ര വലിയൊരു കാർഡ് വേണം, പോലീസിൻ്റെ ഒരു ബറ്റാലിയൻ അപ്പുറത്ത്, നമ്മുടെ ഈ പറയുന്ന പോലെ ട്രൈബ്സിൻ്റെ ഒരു ബറ്റാലിയൻ ഇപ്പുറത്ത്. അപ്പോൾ ഈ രണ്ട് ആൾക്കാരെയും കോർഡിനേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുക എന്ന് പറയുന്നൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, അത് വളരെ ഗംഭീരമായിട്ട് ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അപ്പം അനുരാജ് മനോഹർ എന്ന് പറയുന്ന ഡയറക്ടറുടെ ആ ഒരു വർക്കിംഗ് സ്റ്റൈൽ കണ്ടിട്ട് എന്താണ് ആസ് എൻ ആർട്ടിസ്റ്റ് പ്രണവ് ഫീൽ ചെയ്ത കാര്യങ്ങൾ എന്തൊക്കെയാണ് അവിടെ? പേഴ്സണലി എനിക്ക് അനുരാജ് ചേട്ടൻ്റെ ഇഷ്ക് എന്ന് പറയുന്ന സിനിമയുടെ സിനിമയായിട്ടും അതിൻ്റെ ഉള്ളിലുള്ള വർക്കായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരു ബെസ്റ്റ് ഫിലിം മേക്കറാണ് പുള്ളി. അത് നമുക്ക് ഇഷ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. ഞാൻ നരിവേട്ടയിലാണ് കൂടുതലും എക്സ്പീരിയൻസ് ചെയ്തത്. കാരണം അത്രയും വലിയൊരു സ്കെയിലിൽ ഈ മനുഷ്യൻ നിന്ന് ഹാൻഡിൽ ചെയ്യുന്നൊരു രീതിയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇപ്പുറത്ത് എൻ്റെ കൂടെ അഭിനയിച്ച മനുഷ്യരാവട്ടെ, അവർക്കൊന്നും സിനിമയെക്കുറിച്ചൊന്നും അറിയില്ല. അവരാദ്യമായിട്ടാണ് സിനിമ സെറ്റ് തന്നെ കാണുന്നത്. പക്ഷെ അവർക്ക് ഇവിടെ നടക്കുന്ന സംഭവം എന്താണെന്നുള്ളത് ക്ലിയർ ആയിരുന്നു. ബട്ട് ഡയറക്ടർ ഒരു പ്രാവശ്യം വന്ന് മൈക്കെടുത്ത് എല്ലാവർക്കും കൂടെ ഒരു കൺവേ കൊടുത്തു കഴിഞ്ഞാൽ, ഒരു മെസ്സേജ് നൽകി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ സീനാണ് നമ്മളിവിടെ ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന് ശേഷം അവർ ചെയ്യുന്ന പ്രോസസ്സ് റിയാക്ട് ചെയ്യുക എന്നുള്ളതാണ്, ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. അവിടെ അഭിനയിക്കുന്നില്ല ആരും. അതാണ് നമുക്കും വേണ്ടത്. സോ അങ്ങനെയുള്ളൊരു പ്രോസസ്സ് ഇപ്പുറത്ത് നടന്നു. അപ്പുറത്ത് വന്ന് നിൽക്കുന്ന പോലീസ് ചേട്ടന്മാരാണെങ്കിൽ കുറേ പേര് ജൂനിയർ ആർട്ടിസ്റ്റാണ്, കുറേ പേര് അഭിനയ മോഹികളായിരുന്നു. അപ്പോൾ അവർക്കും കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. എങ്കിലും അവരിച്ചിരി ഹാൻഡിൽ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാമായിരുന്നു സിനിമയെക്കുറിച്ച്. സോ ബുദ്ധിമുട്ടാണെങ്കിലും അതും അനുരാജ് ചേട്ടൻ നല്ല പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തു. നമുക്കതിന് AD ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒരുപാട് സഹായിച്ചു. സോ പുള്ളിയുടെ ഫിലിം മേക്കിംഗ് സ്റ്റൈൽ ഭയങ്കര സ്മൂത്താണ്. എത്രത്തോളം ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും ഒരു ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് അത് എത്തിക്കില്ല പുള്ളി. അല്ലെങ്കിൽ ആ ഒരു സിനിമ സെറ്റിൽ വൈഡായിട്ട് ആ കാര്യം അറിയില്ല. അത് മാക്സിമം ഒതുക്കി ചുരുക്കിക്കൊണ്ട് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഓപ്ഷൻ B എന്നാണ് അല്ലെങ്കിൽ ഓപ്ഷൻ C എന്നാന്നുള്ളത് പ്ലാൻ ചെയ്ത് പോകുന്നൊരു സ്റ്റൈലാണ് അനുരാജ് ചേട്ടൻ്റെ. പിന്നെ ഇതിൽ അനുരാജ് ചേട്ടൻ്റെ ഒപ്പം തന്നെ നമുക്ക് എടുത്ത് പറയാനുള്ളൊരു കാരണം DOP വിജയ്. പുള്ളിയുടെ വിഷ്വൽസാണ് നമ്മളെ സ്ക്രീനിൽ അങ്ങോട്ട് കൊണ്ടുപോയത് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്രയും ബ്യൂട്ടിഫുള്ളായിട്ട് വയനാടിനെ നമുക്ക് കാണാൻ പറ്റി. അല്ലെങ്കിൽ ആ ഇമോഷൻസ് നമുക്ക് കൺവേ ആയി. ക്ലൈമാക്സ് ഷോട്ടൊക്കെ സിംഗിൾ ഷോട്ടായിട്ട് ചെയ്തത് ഒരുപാട് റിസ്ക് എടുത്താണ് നമ്മൾ ആ ക്യാമറ വർക്കൊക്കെ ചെയ്തത്. 3 യൂണിറ്റായിട്ടൊക്കെ ചെയ്യുന്ന സമയത്തും ഫാൻറ്റം ക്യാമറാസ് ഉണ്ട്. ഓരോന്നിനും ഓരോ റേറ്റാണ്. അതെ, ആ റേറ്റിലൊക്കെ അവർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ അതിശയിച്ച് നിന്ന് പോകുന്നുണ്ട്. കാരണം പുള്ളി ഗിരീഷേട്ടൻ്റെ അസോസിയേറ്റ് ആണ് വിക്രമിലൊക്കെ. ഓൾറെഡി അങ്ങനെ ഒരു കണക്ഷൻ എനിക്കുണ്ട്. സോ പുള്ളിയെ ഇങ്ങനെ ഒരു മെയിൻ സ്ട്രീമിൽ ഒരു മെയിൻ DOP ആയിട്ട് നിന്ന് കമൻറ്റ് ചെയ്യുകയും പുള്ളി ചെയ്യുന്ന വർക്കൊക്കെ കാണുന്ന സമയത്ത് ഭയങ്കര അതിശയം തോന്നി. പിന്നെ നമ്മുടെ അനുരാജ് ചേട്ടനും അബിൻ ചേട്ടനുള്ളൊരു റാപ്പോ ഭയങ്കര രസമാണ്. അപ്പോൾ സ്പോട്ടിൽ അവർ അത് റീവർക്ക് ചെയ്യുന്നതും അത് ആർട്ടിസ്റ്റിലൂടെ കൺവേ ചെയ്യുന്ന രീതിയൊക്കെ ഭയങ്കര ഒരു മാജിക്കൽ ആയിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. എപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുകയാണെങ്കിലും നരിവേട്ട ഒരു ഗോൾഡൻ മെമ്മറി ആയിട്ട് ഉള്ളിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. ടൊവിനോ തോമസ് എന്ന് പറയുന്നൊരു നടൻ ഈ സിനിമയുടെ ഒരു നട്ടല്ലായിരുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട് മുത്തങ്ങ സമരം നടന്ന സമയത്ത് വർഗീസ് പീറ്ററിനെ പോലെ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ
ഒരു പക്ഷേ ആ ആളുകൾക്ക് ഇതിനു മുമ്പേ നീതി കിട്ടുമായിരുന്നു, അല്ലെങ്കിൽ അവരുടെ കഷ്ടപ്പാടുകൾ ലോകം അറിയുമായിരുന്നു, അവർക്ക് നടന്ന ക്രൂരതകളുടെ വ്യാപ്തി എന്തുമാത്രമാണെന്ന് ആ സമയം തന്നെ അറിയുമായിരുന്നു എന്നുള്ളതാണ്. ടൊവിനോ അതിഗംഭീരമായിട്ട് പുൾ ഓഫ് ചെയ്തിട്ടുള്ള കഥാപാത്രമാണ്. അപ്പം ടൊവിനോട് കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ഒരു അനുഭവവും അദ്ദേഹം ഈ ചെയ്തിട്ടുള്ള ഈ കഥാപാത്രത്തെ പറ്റി പ്രണവിനുള്ളൊരു കൺവിക്ഷൻ എന്താണ് ശരിക്കും? ശരിക്കും നിങ്ങൾ പറഞ്ഞ പോലെ ടോവി ചേട്ടൻ തന്നെയാണ് ഈ സിനിമയുടെ നട്ടല്. ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് ചെയ്യും, ടോവിയേക്കാൾ മികച്ച പ്രകടനം, അല്ലെങ്കിൽ നിങ്ങളാണ് ഇതിലെ ഹീറോ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അതല്ല അതിൻ്റെ ഫാക്ട്. കഥയുടെ പശ്ചാത്തലം കടന്നു പോകുന്ന രീതി, അല്ലെങ്കിൽ താമി എന്ന ക്യാരക്ടർ ആർക്ക് വേണ്ടി നിന്നു, ജനങ്ങളിലേക്ക് നിന്നൊരു ക്യാരക്ടർ ആയത് കാരണം കൂടുതൽ താമിയെ കണക്ട് ചെയ്തു. ബട്ട് ടോവി ചേട്ടൻ്റെ ആ ഒരു ഫേസും ടൊവി എന്നുള്ള ഒരു പേരിന് വേണ്ടിയാണ് ജനങ്ങൾ ഇതിലേക്ക് കയറുന്നത്. ടൊവിയിലൂടെയാണ് ഈ കഥ പോകുന്നത്. സോ വർഗീസ് പീറ്റർ എന്ന ക്യാരക്ടർ നമ്മൾ സ്വിച്ച് ചെയ്ത് റോൾ ചെയ്ത് കഴിയുമ്പോൾ എനിക്ക് ടോവി ചേട്ടനായിട്ട് ഒരിക്കലും കാണാൻ പറ്റിയിട്ടില്ല. കാരണം പുള്ളിയുടെ കണ്ണിൽ പുള്ളി റിഫ്ലക്റ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ പുള്ളി അഭിനയിക്കുന്ന രീതിയൊക്കെ കണ്ടിട്ട് ഞാൻ പകച്ചു പോയി നിന്നിട്ടുണ്ട്. ആ ഒരു റിഫ്ലക്ഷൻ തന്നെയാണ് താമിയെ കൂടുതൽ ഒന്നും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള ഒരു മൊമെൻ്റ് അവിടെ ക്രിയേറ്റ് ആയത്. ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അത് ടോവി ചേട്ടൻ്റെ അടുത്ത് നമ്മൾ ഒരുപാട് പഠിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ടോവി ചേട്ടൻ എൻ്റെ ഒരു ഇൻസ്പിറേഷൻ കൂടിയാണ്. ടോവി ചേട്ടൻ വന്ന ഒരു വഴിയും ഞാൻ വന്നൊരു വഴിയും ഒക്കെ ഓൾമോസ്റ്റ് നമ്മളത് അനുഭവിച്ച് വരുന്ന കാരണം പുള്ളിക്ക് നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ പറയാതെ തന്നെ പുള്ളിക്ക് അറിയാമെന്നുള്ളതാണ്. അങ്ങനെ നമ്മളെ ഭയങ്കര സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ഊർജ്ജം നൽകി നമ്മളെ സെറ്റിൽ 40-45 ദിവസം കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഏത് ഹീറോ അങ്ങനെ ചെയ്യും, അല്ലെങ്കിൽ എത്ര ഹീറോസിന് ഒരു സ്വഭാവം ഉണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. പിന്നെ പുള്ളിയുടെ വർക്കിംഗ് പഞ്ച്വാലിറ്റി, അല്ലെങ്കിൽ ആ സിനിമയോട് കാണിക്കുന്ന ഒരു കംപ്ലീഷൻ, പുള്ളി എടുക്കുന്ന എഫേർട്ട്, ഇതെല്ലാം നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ ടൊവി എന്ന പ്രിയങ്കരൻ നമുക്ക് എന്നും പ്രിയങ്കരനായിരിക്കുന്നത് പുള്ളിയുടെ പേഴ്സണാലിറ്റി, പുള്ളിയുടെ ക്യാരക്ടർ, പുള്ളി ഇടപഴകുന്ന രീതി, അതൊക്കെ കൊണ്ട് തന്നെയാണ്. സോ ടൊവിയാണ് നരിവേട്ട എന്ന് പറയുന്നതിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ടൊവി ഇല്ലാതെ ജനങ്ങളിലേക്ക് ഇത് എത്തില്ല. സോ വർഗീസ് പീറ്ററും എന്നും എൻ്റെ മനസ്സിലൊരു ഓർമ്മയായിട്ടുണ്ട്. ടൊവി ചേട്ടൻ്റെ ഒരു നല്ല റിലേഷൻഷിപ്പും ഞങ്ങൾ തുടർന്ന് പോകുന്നു. ഞാനിത് എടുത്തു ചോദിക്കാൻ കാരണം നിങ്ങൾ തമ്മിലുള്ള റൈവൽറി ആണല്ലോ ആദ്യം കാണിക്കുന്നത്. തുടക്കം മുതലേ കാണിച്ചു പോകുന്നത് അപ്പുറത്തെ സൈഡിൽ നിന്ന് നിൽക്കുമ്പോൾ ഇവർ തമ്മിൽ കണ്ണുകൊണ്ടുള്ള ചില കൊമ്പുകോർക്കലും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പം ഇതിന് മുമ്പാണെങ്കിലും മൂർ എന്ന് പറയുന്ന വ്യക്തി കളയ ചെയ്ത സമയത്ത് പറഞ്ഞ് ഭയങ്കര ഫെറോഷ്യസ് ആയിട്ടുള്ള ഫൈറ്റുകളൊക്കെ ആണെങ്കിൽ കൂടി ഓഫ് സ്ക്രീനിൽ അത്രയേറെ ആളുകളെ കംഫർട്ടബിൾ ആക്കി നിർത്തുന്ന ഒരാളാണ് ടൊവിനോ എന്നുള്ളതാണ്. അപ്പം ഈ ഫൈറ്റൊക്കെ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ തരത്തിലുള്ള കോൺട്രിബ്യൂഷൻസ് ആണ്? എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു ടോവി ചേട്ടനുമായിട്ട്. അതായത് ഫസ്റ്റ് ഞങ്ങൾ മീറ്റ് ചെയ്ത് നമ്മൾ പരിചയപ്പെട്ട ശേഷം കമ്പോസ് ചെയ്യുന്ന ഫസ്റ്റ് സീക്വൻസ് ഫൈറ്റ് ആയിരുന്നു. അപ്പം എൻ്റെ മനസ്സിലിങ്ങനെ ഓടുന്നത്, ഇത്രയും വലിയൊരു ആർട്ടിസ്റ്റ്, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തി, ഇതിൻ്റെ കമ്പോസിഷൻ ടോട്ടലി വേറെയാണ്. ടോവി ചേട്ടൻ്റെ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ പോലീസുകാരൻ എങ്ങനെ സമീപിക്കുമോ അതുപോലെ ആയിരിക്കും പുള്ളിയുടെ ഒരു റേഞ്ച്. പിന്നെ നമ്മുടെ അടുത്ത് നോക്കുന്ന സമയത്ത് ഒരു സാധാരണക്കാരൻ പുള്ളിയെ കൊണ്ട് എങ്ങനെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, അങ്ങനെ ആയിരിക്കും നമ്മുടെ ഒരു കമ്പോസിഷൻ. അപ്പോൾ ഇത് വേണമെന്നുള്ളത് എൻ്റെ ചേട്ടൻ്റെ ഒരു ഡിസിഷൻ ആയിരുന്നു. ഇങ്ങനെ ആയിരിക്കണം എനിക്ക് ഒരു കമ്പോസിഷൻ എന്നുള്ളത്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് എടുത്ത് മാറ്റി സ്ക്രീനിലേക്ക് തന്നത് ഫീനിക്സ് പ്രഭു മാസ്റ്ററാണ്. പുള്ളിയുടെ ഒരു സഹായത്തോടു കൂടിയാണ് അത് ഇത്രയും നല്ലപോലെ വർക്കൗട്ട് ആയത്. ഫീനിക്സ് പ്രഭു മാസ്റ്റർ ഓൾറെഡി ARM ടോവി ചേട്ടനോട് വർക്ക് ചെയ്തിട്ടുണ്ട്, ടർബോ വർക്ക് ചെയ്തിട്ടുണ്ട്. അത്രയും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മാസ്റ്ററാണ്. ഞാനും പുള്ളിയോട് സൂപ്പർ സിന്ധിയിൽ വർക്ക് ചെയ്ത് കാരണം നമ്മൾ തമ്മിലൊരു കണക്ഷൻ ഓൾറെഡി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ ഈ ക്യാരക്ടേഴ്സ് ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇത് താമി ചെയ്യുന്നത് പ്രണവാണ്, ടോവി ചേട്ടനാണ് ഓപ്പോസിറ്റ് ഉള്ളതെന്ന് മനസ്സിലായപ്പോൾ പുള്ളിക്കും ഒന്നും കൂടെ അത് വർക്ക് ചെയ്യാൻ ഈസി ആയിരുന്നു, കംഫർട്ടബിൾ ആയിരുന്നു. നമ്മുടെ അടുത്ത് എല്ലാ കാര്യം പറയും, ഇവിടെ വീഴുകയാണെങ്കിൽ നിങ്ങൾ ഓക്കെ ആണോ, അല്ലെങ്കിൽ നിങ്ങളെ സെക്യൂർഡ് ആയിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ, ഇതില്ലാത്ത സ്ഥലത്ത് വീഴാനും നിങ്ങൾക്ക് ഓക്കെ ആണോ, അങ്ങനെയുള്ള എക്സാമ്പിൾ പറയണം ഞാൻ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുള്ളിയും കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ ഇപ്പോൾ ടോവി ചേട്ടനെ ഞാൻ ഒരു ചവിട്ടേണ്ട ഷോട്ടാണെങ്കിൽ പുള്ളി ഇവിടെ ചവിട്ടേണ്ട സമയത്താണെങ്കിൽ നീ ചവിട്ടിക്കോ, അത് ചവിട്ടാതിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ജനങ്ങൾക്ക് അത് അറിയാൻ പറ്റും. സോ നമ്മൾ കൊള്ളേണ്ട സ്ഥലത്ത് നമ്മൾ കൊള്ളണം എന്നുള്ളൊരു കാര്യമൊക്കെ പുള്ളി പറയുമ്പോൾ വർക്ക് ചെയ്യാനുള്ളൊരു ഇഷ്ടം കൂടി. ഓക്കെ പുള്ളി അപ്പോൾ എനിക്കും മനസ്സിൽ തോന്നുന്നുണ്ട് പുള്ളി അധികം വേദനിപ്പിക്കാത്ത രീതിയിൽ പ്രോപ്പറായിട്ട് ഇത് ചെയ്യണമെന്നുള്ളത്. പുള്ളിയും അത് കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും എനിക്ക് പോലീസുകാരായിട്ടുള്ള ക്ലൈമാക്സ് പോർഷൻസിലൊക്കെ കുറേ അടിയൊക്കെ കൊണ്ടിട്ടുണ്ട്, ടൈമിങ്ങിൻ്റെ മിസ്സിങ് ഒക്കെ കാരണം ശരിക്കും കൊണ്ടിട്ടുണ്ട്. കാരണം ആ ക്ലാഷ് അത്രയും റേഞ്ച് ആയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തവർക്ക് അറിയില്ല അതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ അവർ വന്ന് ഇടിക്കലും പിടിക്കലൊക്കെ ഉണ്ടായിരുന്നു. അതുണ്ടാവും എന്നുള്ളത് നമുക്ക് നേച്ചുറലി അറിയാം. ബട്ട് ടോവി ചേട്ടനായിട്ട് സിംഗിൾ ചെയ്യുന്ന സമയത്ത് അത് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പോറൽ പോലും ഇല്ലാതെയാണ് ഞങ്ങൾ ഫൈറ്റ് കമ്പോസ് ചെയ്ത് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് കൊണ്ടുവന്നു. അതുപോലെ ആ കുട്ടി ഉണ്ടല്ലോ, കൂടെയുള്ള മിക എന്ന പേര്, കുട്ടിയുടെ പെർഫോമൻസും വളരെ ഗംഭീരമായിരുന്നു.
കുട്ടിയായിട്ടുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആൾക്ക് എങ്ങനെയാണ് ബ്രീഫ് ചെയ്ത് കൊടുത്തത്, ആളത് എങ്ങനെയാണ് കൺസീവ് ചെയ്ത് അഭിനയിച്ചത്, അതിൻ്റെയൊക്കെ കുറിച്ച് അറിയാനൊരു കൗതുകമുണ്ട്. അപ്പോൾ മികയെ സംബന്ധിച്ചിടത്തോളം മിക ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരു ചാമിങ് ആയിട്ടുള്ള കൊച്ചാണ്. അവളെല്ലാവരുടെ അടുത്ത് ഇടപഴകുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ അവളുടെ മനസ്സിലൊന്നുമില്ല, അവളൊന്നും അറിയാൻ തുടങ്ങിയിട്ടില്ല മനുഷ്യരുടെ സ്വഭാവം എന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണോ മനുഷ്യരെന്നൊന്നും ഒരാൾ അറിയാത്തൊരു കുഞ്ഞു കൊച്ചെങ്ങനെ സംസാരിക്കുമോ, അല്ലെങ്കിൽ ആ കുഞ്ഞു കൊച്ചിൻ്റെ മനസ്സെന്താണോ അത് തന്നെയാണ് അവളുടെ മനസ്സും. അപ്പോൾ അവൾ ഈ സിനിമയിൽ വന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് അവളിലേക്ക് ഇൻട്രാക്ട് ചെയ്യുന്നത് അവളുടെ പ്രൊഫൈലൊക്കെ കണ്ടുകൊണ്ടാണ്. റീൽസൊക്കെ ചെയ്ത് അവൾക്ക് ഒരുപാട് ലൈക്സും അവൾക്ക് ഒരുപാട് ഫോളോവേഴ്സും ഉള്ളൊരു ആർട്ടിസ്റ്റാണ് മിക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ നവ്യേച്ചിയും ശോഭനേച്ചിയൊക്കെ ഇത്രയും വർഷം കഷ്ടപ്പെട്ട് ചെയ്യുന്ന എക്സ്പ്രഷൻസ് ഒക്കെ അവളൊരു റീൽസിൽ 30 സെക്കൻഡ്സിൽ ചെയ്തു പോകുന്നത് കണ്ട് ഞാൻ ആകെ അമ്പരന്ന് പോയി നിന്നിട്ടുണ്ട്. അവളുടെ കണ്ണ് ഭയങ്കര പവർഫുള്ളാണ്. സോ ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ടുള്ളൊരു കൊച്ചായിരുന്നു. അപ്പോൾ അവൾക്കും നമ്മുടെ കൂടെയുള്ള ഒരു കോമ്പിനേഷൻസ് ഒക്കെ കിട്ടുന്ന സമയത്ത് അവൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അത് എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാനുള്ളൊരു തിടുക്കം അവളിൽ ഞാൻ കണ്ടു. പിന്നെ നമ്മളെയും അധികം വിഷമിപ്പിക്കാതെ ആ സീൻ എന്താണെന്നുള്ളത് ഗ്രാബ് ചെയ്തുകൊണ്ട് പെർഫോം ചെയ്യാനുള്ളൊരു കഴിവ് അവൾക്ക് ദൈവമായിട്ട് കൊടുത്തു. അത് അവൾ ഭംഗിയായിട്ട് തന്നെ ചെയ്തു. ഷീസ് ഫ്രം പട്ടാമ്പി. യെസ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു മെമ്മറി ആയിരുന്നു അവളുടെ കൂടെ ഉള്ളതും. അവൾക്ക് കൂടുതൽ ജനങ്ങളിലേക്ക് കണക്റ്റ് ആകാൻ ഈ ഒരു സിനിമ മൂലം കഴിഞ്ഞു. ഇനിയും അവൾക്ക് ഒരുപാട് സിനിമകൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇതിലെ ആർട്ടിസ്റ്റുകളെ പറ്റി പരാമർശിക്കുമ്പോൾ നമുക്ക് വിട്ടുകളയാൻ ഒരു തരത്തിലും പറ്റാത്തൊരാളാണ് ചേരൻ സാർ. അപ്പോൾ ചേരൻ സാർ ഈ സിനിമയിൽ ഭയങ്കര ബ്രൂട്ടലായിട്ടുള്ള ഒരു വില്ലൻ വേഷം ചെയ്തിരിക്കുകയാണ്. നമ്മൾ കണ്ടു ശീലിച്ചിട്ടുള്ള ഈ ഓട്ടോഗ്രാഫ് പോലെ പടത്തിലൊക്കെ വളരെ സൗമ്യനായിട്ട് വളരെ പാവം പിടിച്ചൊരു മനുഷ്യനെ കൊണ്ട് ഇങ്ങനെ ഒരു കഥാപാത്രത്തിൽ പ്ലേസ് ചെയ്തു. അത് ഗംഭീരമായിട്ട് വർക്ക് ആവുകയും ചെയ്തു. മലയാള സിനിമയിൽ ആദ്യമായിട്ടാണല്ലോ ആള് സെറ്റിലേക്ക് വന്നു കഴിഞ്ഞിട്ട് നിങ്ങളോടുള്ള ഒരു ഇൻട്രാക്ഷനും അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഒരു ഇടപെടലും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ചേരൻ സാറെ സംബന്ധിച്ചിടത്തോളം ഹീസ് എ ലെജൻഡ്. നമ്മൾ ചെറുപ്പം തൊട്ട് കാണുന്ന പുള്ളിയുടെ സിനിമകളാവട്ടെ, അല്ലെങ്കിൽ പുള്ളി കണ്ടിന്യൂസ്ലി കൊടുത്ത ഹിറ്റ്സ് ആവട്ടെ, ആ ജോണേഴ്സ് ആവട്ടെ, ഇതൊന്നും നമ്മളെ കൊണ്ട് ഒരു സിനിമ എഴുതുന്ന ആൾക്കോ അല്ലെങ്കിൽ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കോ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കോ പറ്റുന്നൊരു കാര്യമല്ല. അത്രയും വെറൈറ്റീസ് ഓഫ് ജോണേഴ്സ് ആണ് പുള്ളി ചെയ്തു വെച്ചിരിക്കുന്നത്. അതിൽ ഇമോഷൻസ് പുള്ളി ജനങ്ങളിലേക്ക് എത്തിച്ചു എന്ന് പറയുന്ന രീതി വേറെ ഒരു രീതി തന്നെയാണ്. ആ ഒരു കാലഘട്ടത്തിൽ അത്രയും കണക്ട് ചെയ്തുകൊണ്ട് ഒരു സിനിമ ജനങ്ങളിലേക്ക് എത്തിച്ചത് മേ ബി ചേരൻ സാർ തന്നെയായിരിക്കാം. ഫിലിം ഫെയർ അവാർഡ്സ്, സ്റ്റേറ്റ് അവാർഡ്സ്, അങ്ങനെ ഒരുപാട് അവാർഡുകളൊക്കെ മേടിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി മലയാള സിനിമയിലേക്ക് വരുന്നു എന്ന് പറയുന്നത് മലയാള സിനിമയുടെ ഒരു ഭാഗ്യമായിരിക്കാം. ചിലപ്പോൾ നരിവേട്ടയുടെ ഒരു ഭാഗ്യമായിരിക്കാം, ഞങ്ങളുടെ എല്ലാവരുടെയും ഭാഗ്യമായിരിക്കാം. അപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ചേരൻ സാറ് എൻ്റെ കോളേജിലേക്ക് ചീഫ് ഗസ്റ്റായിട്ട് വരികയും അവിടെ വെച്ച് എനിക്ക് അവാർഡൊക്കെ തന്നിട്ടുണ്ട്. പുള്ളി ഒരു സ്റ്റുഡൻറ്റ് അവാർഡിനൊക്കെ ഞാൻ മേടിച്ചു. അപ്പോൾ ഞാൻ അപ്പോഴൊന്നും ഞാൻ ചിന്തിക്കാത്ത കാര്യമാണ് ഇതുപോലെയുള്ള വ്യക്തിയോടുകൂടെ വർക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന വർക്ക് എപ്പോഴെങ്കിലും പുള്ളി കണ്ടാൽ മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റിലുള്ള സമയത്താണ് അതെല്ലാം കഴിഞ്ഞ് നരിവേട്ടയിൽ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്യാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. ഞാനിതെല്ലാം പുള്ളിയോട് ഷെയർ ചെയ്യുന്ന സമയത്ത് പുള്ളി ഇത് ഭയങ്കര ഹാപ്പി ആയിട്ട്, ഓ അങ്ങനെയാണോ, എക്സൈറ്റഡ് ആയിട്ട് നമ്മുടെ അടുത്ത് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ബട്ട് ചേരൻ സാറിൽ ഞാൻ കണ്ട ഒരു സ്പെഷ്യൽ ക്വാളിറ്റി എന്ന് പറയുന്നത് പുള്ളി ആ ക്യാരക്ടറുടെ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുന്ന ഒരു രീതി. അതായത് പുള്ളി കോസ്റ്റ്യൂം ഇട്ട് സെറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അടുത്ത് അധികം ഇൻട്രാക്ട് ചെയ്യാറില്ല. ആ ക്യാരക്ടറിന്റെ രീതികൾ തന്നെ. യെസ്, ആ ഒരു നോട്ടോ ആയാലും ഇപ്പം എനിക്ക് ഡെയിലി ചേരൻ സാറെ കാണുന്നത് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഡെയിലി പോയി എന്തെങ്കിലും സംസാരിക്കാമല്ലോ, അങ്ങനെയുള്ള മൂഡിൽ ഞാൻ ഡെയിലി പോയി ഗുഡ് മോർണിംഗ് ഒക്കെ പറയും, സാർ കഴിച്ചോ എന്നൊക്കെ ചോദിക്കും, ഇൻട്രാക്ട് ചെയ്യാനുള്ളൊരു രീതിയിൽ. ബട്ട് ചേരൻ സാർ അധികം ഇൻട്രാക്ട്, നമുക്ക് ആ തിരിച്ച് പറയുന്ന മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തിരിച്ചു വരും. പക്ഷേ എനിക്ക് സങ്കടമൊന്നും ഉണ്ടായിരുന്നില്ല. മേ ബി പുള്ളിയുടെ ക്യാരക്ടർ ഇങ്ങനെ ആയിരിക്കാം, നമ്മൾ ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് വിചാരിച്ച് ഞാൻ വിട്ടു. പക്ഷെ ഒരു 3-4 ദിവസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്ത് വെച്ച് കാണുന്ന സമയത്ത്, ഒരു ഹോട്ടലിൽ കഴിക്കാൻ പോകുന്ന സമയത്ത് ചേരൻ സാറ് പറഞ്ഞു, സെറ്റിൽ വെച്ച് ഞാൻ സംസാരിക്കുന്നില്ല എന്ന് വിചാരിച്ച് വിഷമിക്കൊന്നും വേണ്ട. കാരണം ആ ക്യാരക്ടേഴ്സ്, ഇപ്പം ഞാൻ ചെയ്യുന്ന ക്യാരക്ടറും ചേരൻ സാറ് ചെയ്യുന്ന ക്യാരക്ടറും റിപ്പൽ ചെയ്ത് നിൽക്കുന്ന ക്യാരക്ടറാണ്. രണ്ടുപേർക്കും ഏത് മൂഡിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു അതെ നോക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരു അത് അങ്ങനെ സ്പാർക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടേഴ്സ് ആയത് കാരണം നമ്മളവിടെ സംസാരിച്ച് കഴിഞ്ഞാൽ മേ ബി ആ ക്യാരക്ടറിലേക്ക് അത് ബാധിക്കും. അല്ലെങ്കിൽ ഡയറക്ടറുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ പുള്ളി നമ്മളെ കാണുന്ന സമയത്ത് ഇവരെന്താ ചിരിച്ച് നിൽക്കുന്നതെന്ന് പുള്ളിക്ക് തോന്നിയാലോ എന്നുള്ള ചിന്തകളിലൊക്കെ വെച്ചിട്ടാണ് പുള്ളി ആ ക്യാരക്ടർ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് വളരെ പുതിയൊരു അനുഭവമായിരുന്നു. ഓക്കെ, ഇങ്ങനെയും ഉണ്ടല്ലേ, അപ്പോൾ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇനി ഒന്നും കൂടെ അത് ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് സഹായിക്കും എന്നുള്ള കാര്യം എനിക്ക് അവിടെ നിന്നാണ് മനസ്സിലായത്. പിന്നെ നമ്മളേത് വർക്കിനെ കുറിച്ച് പുള്ളി അപ്രീഷിയേറ്റ് ചെയ്യുന്നു, നല്ല രീതിയിൽ നീ ചെയ്യുന്നുണ്ട്, ഇത് സിനിമ റിലീസായ ശേഷം നിനക്ക് മനസ്സിലാവുള്ളൂ. കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ഉള്ളവർക്ക് മനസ്സിലാകാൻ പറ്റും ഓൾറെഡി ഷൂട്ട് ചെയ്യുന്ന ഫൂട്ടേജസ് ഒക്കെ കാണുമ്പോൾ തന്നെ. അപ്പോൾ ടോയ് ചേട്ടനായാലും അത് തന്നെ പറയും, ഈ സിനിമ ഇറങ്ങിയ ശേഷം നിനക്കൊരു നല്ല ബ്രേക്ക് ഉണ്ടാകുന്നു. അപ്പോൾ അവരൊന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കുന്നു. ഇപ്പോഴും ചേരൻ സാറായിട്ട് നല്ലൊരു കോൺടാക്റ്റിൽ തന്നെ പോകുന്നു. ചെന്നൈയിലൊക്കെ പോകുന്ന സമയത്ത് പുള്ളിയെ ഞാൻ വിളിക്കാറുണ്ട്.
ഒരു നല്ലൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാനത് കണക്കാക്കുന്നു. ഇപ്പൊ ഈ തമിഴ്നാട് അല്ലെങ്കിൽ തമിഴ് സിനിമയെ പറ്റി പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പൊ നമ്മുടെ ദളപതി വിജയ്ക്കൊപ്പം സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയ ആളാണ് പ്രണവ്. അപ്പൊ മാസ്റ്റർ എന്ന് പറയുന്നൊരു സിനിമ എന്തുമാത്രം ജീവിതത്തിൽ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ മാസ്റ്റർ സിനിമയിലൂടെ എന്തൊക്കെ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു, പിന്നീട് വിക്രമിലും വർക്ക് ചെയ്യാൻ വഴിയൊരുക്കിയത് ആ സിനിമയാണ്. ആ സിനിമ എത്രത്തോളം ജീവിതത്തിൽ ഈ ഒരു കരിയറിൽ സഹായകമായിട്ടുണ്ട്? വിജയ് എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ടുള്ള ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? സിനിമ എന്ന് പറയുന്ന സമയത്ത് തന്നെ എനിക്ക് ആദ്യം എപ്പോഴും മനസ്സിൽ നിൽക്കുന്ന അല്ലെങ്കിൽ മുൻപിൽ നിൽക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാസ്റ്റർ തന്നെയാണ്. കാരണം മലർവാടി ആർട്സ് ക്ലബ്ബിലും പോക്കിരി രാജിലും ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്തെങ്കിലും എനിക്കേ അറിയുള്ളൂ ഞാൻ ആ സിനിമയിലുണ്ട് എന്നുള്ളത്. കാരണം വേറെ ആർക്കും അത് കാണാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ഞാൻ എടുത്തു. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ആ ക്യാമറയ്ക്കും എനിക്കുള്ള ദൂരം വളരെ കൂടുതലാണെന്ന് മനസ്സിലാക്കുകയും കോയമ്പത്തൂർ പോയി ഞാൻ വിസ്കോം പഠിക്കുകയും അതിലൂടെ കുറച്ച് കോണ്ടാക്ട്സ് കിട്ടുകയും അങ്ങനെയാണ് ഞാൻ ലോകേഷ് സാറിൻ്റെ അടുത്ത് എത്തുന്നത് മാസ്റ്ററിൽ. സോ കുഞ്ഞിലെ വിചാരിച്ചത് നമ്മൾ ഇത്രയും മാജിക്കലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹീറോ, അതായത് വിജയ് സാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുപോലെയുള്ള ഒരു ഹീറോയുടെ കൂടെ അഭിനയിച്ചിട്ട് എനിക്ക് അഭിനയം നിർത്തിയാൽ മതി, അതാണ് എൻ്റെ ഇപ്പോൾ ഈ പോയിന്റ് എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആദ്യ സിനിമ തന്നെ വിജയ് സാറിൻ്റെ കൂടെ കിട്ടുകയും അതിലാണ് എൻ്റെ മുഖം കാണുന്നത് എല്ലാവരും. അപ്പോൾ ഒരുപാട് പേര് അതിലൊന്നും ഇല്ലെങ്കിലും കോളേജിൽ വെറുതെ നിൽക്കുവാണ്, അല്ലെങ്കിൽ ആ പാട്ടിൻ്റെ ഒരു അറ്റത്ത് ഒരു ഡയലോഗ് പറയാൻ പറ്റി, ഒരു ഡയലോഗ് ഉണ്ടായിരുന്നത് കട്ടായിപ്പോയി. ഈ കട്ടായത് പോയതല്ലാതെ ഈ സാധനങ്ങൾ തന്നെ, അതായത് അവിടെ നിൽക്കുകയും ഈ സോങ്ങിലൊക്കെ സംസാരിക്കുന്നത് കണ്ടിട്ട് തന്നെ ഒരുപാട് പേര് വിളിച്ചു. കാരണം വിജയ് സാറെ പോലെയുള്ള ഒരാളാകുമ്പോൾ ആ സിനിമ ആരും കാണാതിരിക്കില്ല, എല്ലാവരും കണ്ടിട്ട് വിളിച്ചു. അപ്പോൾ ആ ഒരു മൊമെന്റിൽ നിൽക്കുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെയല്ല നമ്മൾ അവസാനിപ്പിക്കേണ്ടത്, ഇവിടെയാണ് നമ്മുടെ തുടക്കം എന്ന് ഞാൻ മനസ്സിലാക്കുകയും പിന്നെ ലോകേഷ് സാറ് എൻ്റെ ഗുരുസ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ പുള്ളിയായിട്ടുള്ളൊരു റാപ്പോ അല്ലെങ്കിൽ ആ ഒരു ബന്ധം ഞാൻ നല്ലപോലെ കൊണ്ടുപോവുകയും അടുത്ത വർഷം തന്നെ വിക്രം എന്ന സിനിമ പുള്ളി വർക്ക് ചെയ്യുന്നു. പുള്ളി എന്നെ അതിലേക്ക് ഞാൻ തന്നെ വേണം ആ ക്യാരക്ടർ ചെയ്യാനെന്ന് പുള്ളി തീരുമാനിച്ചെന്നെ വിളിക്കുകയാണ്. സോ നമുക്കപ്പോൾ കോൺഫിഡൻസ് കൂടുന്നു, നമ്മൾ ചെയ്യുന്നത് കറക്റ്റാണ് അല്ലെങ്കിൽ നമ്മൾ പോകുന്ന റൂട്ട് കറക്റ്റാണെന്ന് മനസ്സിലായി. അങ്ങനെ ഇപ്പോഴും ലോകേഷ് സാറായിട്ടുള്ള നല്ലൊരു കോണ്ടാക്ട് ഉണ്ട്. നരിവേട്ടയെക്കുറിച്ച് നമ്മൾ ചെന്നൈയിൽ ഇതിൻ്റെ പ്രൊമോഷൻസിന് പോയ സമയത്തും പുള്ളിയെ കണ്ടായിരുന്നു. പുള്ളി ചോദിച്ചു, നരിവേട്ടയുടെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ പുള്ളി ചോദിച്ചു. അങ്ങനെ നല്ല രീതിയിൽ തന്നെ പോകുന്ന ഒരു ഇതാണ്. മലയാളി ആയിട്ടും നമ്മളെ പ്രൊജക്റ്റ് ചെയ്തത് തമിഴ് ഫിലിം ഇൻഡസ്ട്രിയാണ്. സോ അവരെ എന്നും എനിക്ക് മറക്കാൻ പറ്റില്ല. ഈ മാസ്റ്ററിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? പ്രോപ്പർ ഓഡീഷൻ ഒക്കെ വെച്ചിട്ടാണ്? ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ, കോളേജ് പഠിക്കുന്ന സമയത്ത് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ എൻ്റെ ബാച്ചിൽ വർക്ക് ചെയ്ത ഒരാളാണ് പിന്നീട് ലോകേഷ് സാറിൻ്റെ അടുത്ത് അസിസ്റ്റന്റ് ആയിട്ട് പോയി ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അവനെ ഫോളോ ചെയ്യുന്നുണ്ട്, അവൻ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് സിനിമ കിട്ടുന്നവരെ ചാനൽസൊക്കെ വർക്ക് ചെയ്ത് എവിടെയൊക്കെ ഷോർട്ട് ഫിലിംസ് കിട്ടുമോ അല്ലെങ്കിൽ എന്തൊക്കെ ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കി പോകുന്ന സമയത്താണ് എനിക്ക് അപ്രതീക്ഷിതമായിട്ടാണ് ഒരു കോൾ വരുന്നത്. ഇവൻ തന്നെ വിളിച്ചത് ആദ്യം, എടാ അതിൻ്റെ ഫോട്ടോസ് 2 അയച്ചാൽ. അപ്പോൾ ഞാൻ അയച്ചു കൊടുത്തു. എന്താ ഏതാണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ അയച്ചു കൊടുത്തു. ബട്ട് ഇവൻ ലോകേഷ് സാറിൻ്റെ അടുത്താണെന്ന് എനിക്കറിയാം. കൈതി കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് മാസ്റ്റർ വരുന്നത്. അപ്പോൾ അയച്ചു കൊടുത്തു. പിന്നെ എനിക്ക് അടുത്ത ദിവസം തന്നെ XB ഫിലിം ഫാക്ടേഴ്സ് ആണ് പ്രൊഡക്ഷൻസ്, അവിടെ നിന്ന് കോൾ വരുന്നു. അതുപോലെ വിജയ് സാറിൻ്റെ പടമാണ്, ഒരു 45 ഡേയ്സ് നിങ്ങൾക്ക് ലോക്ക് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറയുന്നു. പിന്നെ അങ്ങനെയാണത് ഡെവലപ്പ് ആകുന്നത്. പിന്നെ ഞാൻ ചെന്നൈയിലേക്ക് പോയി എല്ലാവരെയും കണ്ടു, അഗ്രിമെന്റ് സൈൻ ചെയ്തു. അങ്ങനെയാണ് ഈ പ്രോസസ്സ് തുടങ്ങുന്നത്. ഇനിഷ്യൽ സ്റ്റേജിൽ ആരോടെങ്കിലും പറഞ്ഞിരുന്നോ ആദ്യത്തെ സിനിമ വിജയുടെ കൂടെ കിട്ടി? ഇല്ല, ആരോടും പറഞ്ഞില്ല. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. കാരണം വിജയുടെ കൂടെ തന്നെ ആണോ ദൈവമേ, ഇനി ഇത് വിളിച്ചത് ഒരു കറക്റ്റ് ആയിട്ടുള്ള കോൾ തന്നെയാണോ? പക്ഷേ ഉറപ്പെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂട്ടുകാരൻ സന്തോഷ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ അവൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ XB ഫിലിം ഫാക്ടേഴ്സ് ആണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു കോൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ച് ചെക്ക് ചെയ്യും. ഇത് ആരുടെ പടമാണോ, ഇത് പ്രോപ്പർലി ഉള്ളതാണോ എന്നുള്ളതൊക്കെ നോക്കും. പക്ഷേ ഇതിലെനിക്ക് ഒരുപാട് സെർച്ച് ചെയ്യേണ്ടി വന്നില്ല. കാരണം ഇത്രയും വലിയൊരു ബാനറിൽ ഇത് അനൗൺസ് ചെയ്തു ഓൾറെഡി. പിന്നെ എനിക്ക് അങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ അല്ലെങ്കിൽ ഇതിനു വേണ്ടി എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട്സും കാര്യങ്ങളൊക്കെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ഡൗട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഞാൻ മാസ്റ്റർ സെറ്റിലേക്ക് പോകുന്നത്. അതിൽ തുടർന്നാണ് വിക്രമിലും വർക്ക് ചെയ്യുന്നത്. യെസ് യെസ്. ഓക്കെ. എപ്പോഴെങ്കിലും ഇങ്ങനൊരു ക്യാരക്ടർ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ വർക്കൗട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചലഞ്ചിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് എനിക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്ന തരത്തിലുള്ള ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെ പറയാൻ പറ്റും? ആ ഒരു പോയിന്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത്. നരിവേട്ട തന്നെയാണ്, താമി തന്നെയാണ് ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തിരുന്നൊരു ക്യാരക്ടർ. കാരണം മാസ്റ്ററിൽ ഞാൻ ചെയ്തത് ഒരു കോളേജ് വിദ്യാർത്ഥിയുടെ ഒരു ക്യാരക്ടറാണ്. മുടിയൊക്കെ വെട്ടി നീറ്റായിട്ടുള്ള ഒരു ക്യാരക്ടർ. മാസ്റ്റർ കഴിഞ്ഞതിന് ശേഷം ഞാൻ നീട്ടി വളർത്താൻ തുടങ്ങിയ മുടി ഇപ്പോഴാണ്. താമി കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇനി വെട്ടാൻ പോകുന്നത്.
സോ എനിക്ക് റൂട്ടഡ് ആയിട്ട് എല്ലാ ഇമോഷൻസും ക്യാരി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ പറയേണ്ട ക്യാരക്ടർ പ്രോപ്പറായിട്ട് കൺവേ ചെയ്യുന്ന ഒരു ക്യാരക്ടർ കിട്ടണമെന്ന് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഇത്രയും ദിവസം. ഞാൻ വിക്രമിലൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും വിക്രം ഒരു ലേബലാണ്. ഞാൻ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ വിക്രമിൽ ഞാനിത് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്ന സമയത്തായിരുന്നു അവരെന്നെ മനസ്സിലാക്കിയിരുന്നത്. പക്ഷേ നരിവേട്ടയെ സംബന്ധിച്ചിടത്തോളം ഞാനിപ്പോൾ പുറത്തിറങ്ങുമ്പോൾ തന്നെ ആളുകൾ എന്നെയൊക്കെ വന്ന് നരിവേട്ടയിൽ താമി ചെയ്തത് നിങ്ങളല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. സോ ഇതായിരുന്നു ആ ഒരു പോയിന്റ്. ഇതിനു വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്. ബട്ട് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് ഇനി അടുത്ത് ഞാൻ ചെയ്യാൻ പോകുന്ന സിനിമ താമിയയോ അല്ലെങ്കിൽ താമിയെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടോ നിങ്ങൾ ഒരിക്കലും എന്നെ കാണാൻ പറ്റില്ല. അതിൽ നിന്ന് തികച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സാധനം കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. സോ അങ്ങനെയുള്ള നല്ല നല്ല കഥാപാത്രങ്ങൾ, ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള കഥാപാത്രങ്ങൾ ജസ്റ്റിഫൈഡ് ആയിട്ട് എനിക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പ്രൊജക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് എത്തണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോൾ നരിവേട്ട റിലീസായി ഇത്ര ദിവസത്തിന് ശേഷവും സജീവമായിട്ടുള്ള ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. നരിവേട്ടയെക്കുറിച്ചുള്ള പല രീതിയിലുള്ള ചർച്ചകളും വരുന്നു, പല ഇൻ്റർപ്രിട്ടേഷൻസും വരുന്നു, ആളുകളുടെ പല രീതിയിലുള്ള അഭിപ്രായങ്ങളും വരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു. ഇപ്പോൾ പാട്ടിൻ്റെ കാര്യങ്ങളാണെങ്കിൽ കൂടി ഇന്നലെ ഒരു മറ്റേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല, മിന്നൽ വള പാട്ടിലെ ലിറിക്സിൻ്റെ കൺഫ്യൂഷൻ. അപ്പം അങ്ങനെയുള്ള രസകരമായിട്ടുള്ള സംഭവങ്ങളും സംഭവിക്കുന്നുണ്ട്. വേറൊരു പக்கம் രാഷ്ട്രീയവും അല്ലാതെ രീതിയിലുള്ള ചർച്ചകളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ശക്തമായിട്ട് ചർച്ചകളുള്ള ഒരു സിനിമയുടെ ഭാഗമായി, അതും വലിയൊരു ഭാഗമായി ഉണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയ്ക്ക് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ശരിക്കും ഇത് നമുക്ക് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഇത് ടെക്നിക്കലി ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഷൂട്ട് ചെയ്ത കാരണം, അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസും അതിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ നടന്ന കാര്യങ്ങളൊക്കെ പേഴ്സണലി അറിയുന്നു എന്നുള്ളൊരു വ്യക്തിയായിട്ട് ഞാൻ പറയുന്നത് ഇത്രയും രീതിയിൽ ഇതെത്തും എന്നുള്ളത് എനിക്ക് അപ്പോൾ അറിയില്ലായിരുന്നു. ഒരു നല്ല സിനിമ ചെയ്യുന്നു, അത് നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് എത്തിയതിന് ശേഷം, ഇപ്പോൾ ഒരു കമേഴ്ഷ്യൽ സിനിമ ചെയ്തതിന് ശേഷം നമ്മളൊരു തിയേറ്ററിലേക്ക് കയറി പോകുമ്പോൾ അല്ലെങ്കിൽ ജനങ്ങളായിട്ട് ഇൻട്രാക്ട് ചെയ്യാനായിട്ട് സിനിമ കഴിയുന്ന സമയത്ത് കയറി പോകുമ്പോൾ എല്ലാവരും ചാടി കയറി വന്ന് നമ്മളെ കൈ തരികയും ഫോട്ടോ എടുക്കുകയും ചെയ്യുന്നതൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം തിയേറ്ററിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാലും നമ്മുടെ അടുത്ത് അവർ മിണ്ടുന്നില്ല, അവരെ കൊണ്ട് ചേർന്ന് എണീക്കാൻ പറ്റുന്നില്ല. അവരതിൽ അങ്ങ് സ്റ്റക്കാണ്. ആ ഒരു സിനിമയുടെ ഇമോഷൻ അവരെ പിടിച്ചിരുത്തുകയാണ്. അവർക്ക് പിന്നെ എൻ്റെ അടുത്ത് സംസാരിക്കുന്നവരാണെങ്കിലും കണ്ണ് നിറഞ്ഞുകൊണ്ട് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നു. ആ പട്ടി എങ്ങനെയുണ്ട്, പട്ടി ജീവനോടുണ്ടോ? കാരണം പട്ടി ശരിക്കും മരിച്ചു എന്നാണ് ചിലവർ വിചാരിച്ചിരിക്കുന്നത്. അത് സിനിമ എന്നതിനേക്കാൾ അപ്പുറം അത് നമ്മുടെ കൂടെ ട്രാവൽ ചെയ്ത് ജീവിച്ച് ശരിക്കും താമിയും പട്ടിയൊക്കെ മരിച്ചു, അല്ലെങ്കിൽ താമിയോട് പട്ടിയെക്കുറിച്ച് അന്വേഷിക്കുന്നു, ആ മോളെക്കുറിച്ച് അന്വേഷിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാ ക്യാരക്ടേഴ്സും ഇത് ജനങ്ങളിലേക്ക് നല്ല രീതിയിൽ തന്നെ എത്തി എന്നുള്ളൊരു സന്തോഷം ഒരുപാടുണ്ട്. പിന്നെ നമ്മൾ ജനങ്ങളിലേക്ക് കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം പ്രോപ്പറായിട്ട് തന്നെ അവർക്ക് എത്തി എന്നുള്ളൊരു ഇതുണ്ട്. സോ നരിവേട്ടയെ സംബന്ധിച്ചിടത്തോളം ഇനി താമിയെ പോലെ ഒരു ക്യാരക്ടർ കിട്ടുമോ എന്നുള്ളതും എനിക്കറിയില്ല. കിട്ടിക്കഴിഞ്ഞാൽ നല്ല രസകരമായിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ജനങ്ങൾക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. എന്നും നല്ലൊരു ഓർമ്മകളുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഓക്കെ. അപ്പം കേരളം മറന്നുപോയ, ഒരിക്കലും മറന്നു പോകാൻ പാടില്ലാത്ത ചരിത്രപ്രധാനമായിട്ടുള്ളൊരു സംഭവത്തെ റെപ്രസെൻ്റ് ചെയ്ത മഹത്തായ ഒരു സിനിമയുടെ ഭാഗമായ പ്രണവ് എന്നിവിടെ വന്നതിൽ ഒരുപാട് സന്തോഷം. ഇനി ഒരുപാട് നല്ല നല്ല പ്രൊജക്ട്സുകളുടെ ഭാഗമാകട്ടെ. മലയാളത്തിലും ഈ പറഞ്ഞ പോലെ അന്യഭാഷകളിലും മാറ്റി നിർത്താൻ പറ്റാത്തൊരു ഘടകമായി പ്രണവ് എന്നൊരു ആക്ടർ മാറി. ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ മച്ച്.